Please rise for national anthem. Please rise for KUH's anthem. जीवन 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 अमूल्यमाणदिनस्तित्वम् अज्ञातमाणदिनाधारम् अनन्दमपारमल्बुधकरमाणदिव्यस्वरवैविध्यम् नाडीस्पन्दनताळं ताळं हृदयमिडिप्पिन् स्वररागम् ഇരുട്ടകന്നൊരു ശാസ്ത്രയുഗത്തിൻ കരങ്ങൾ നീട്ടിയ സംഗീതം മനോജ്ഞ വിസ്മയമാകാരത്തിന് ശ്രുതി നീട്ടുന്നവരീനങ്ങൾ തിരിനീട്ടുന്നവരീനങ്ങൾ പ്രപഞ്ച ചേതന വസുന്ധരയ്ക്കായി കനിഞ്ഞു നൽകിയ സമ്മാനം ഓരോ പ്രാണതലങ്ങളിലെഴുതിയ നിഗൂഢമന്ത്രരഹസ്യങ്ങൾ തിരിച്ചറിഞ്ഞൊരു ശാസ്ത്രമിതെന്നും തലോടി മാറ്റും വേദനകൾ നിതാന്ത ജാഗ്രതയോടരികത്തായി കാവൽ നിൽക്കുന്നവർ ഞങ്ങൾ കൂടെ നിൽക്കുന്നവർ ഞങ്ങൾ സർവേ ഭവന്തു സുഖിനാ സർവേ ഭവന്തു സുഖിനാ സർവേ ഭവന്തു സുഖിനാ. എല്ലാവർക്കും നമസ്കാരം. കേരള ആരോഗ്യ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ കെ മോഹൻദാസ് സമീപദിനത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞിരുന്നു. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാവരും ഒരു നിമിഷം എണീറ്റ് നിൽക്കും. KUHS was established on December 7, 2009 through an ordinance of the Government of Kerala, which was subsequently enacted as the KUHS Act of 2010. This pivotal day marks the establishment of the state's sole health university, and we commemorate it today as our foundation week. The most significant event of our foundation day is the KUHS Oration, where eminent personalities share their knowledge and wisdom. We are honored to announce that the KUHS Oration has been renamed as the Dr. K. Mohandas Memorial Foundation Day Oration in memory of our visionary founder Vice Chancellor Dr. K. Mohandas. Today, we are immensely blessed with the presence of our second Vice Chancellor, Professor Dr. M.K.C. Nair, who will deliver this prestigious oration. Professor Dr. M.K.C. Nair is a scholar, an exceptional physician, researcher, social reformer, and a true leader in both his vision and actions, and a noble soul. The oration will be followed by the distribution of the Best Teacher Awards for the year, and we will conclude the cultural event showcasing the hidden talents of our vibrant KUHS community. Let us start today's program with the welcome address by Honorable Pro Vice Chancellor Dr. C.P. Vijayan sir. Sir, please. നമസ്കാരം. വർണ്ണശബളമായ ഈ ആഘോഷവേളയിൽ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ആദരണീയനായ വൈസ് ചാൻസലർ പ്രൊഫസർ മോഹനൻ കുന്നുമൽജി, പ്രഥമ കെ മോഹൻദാസ് മെമ്മോറിയൽ ഫൗണ്ടേഷൻ ഒറേഷൻ നിർവഹിക്കുന്ന ആദരണീയനായ പ്രൊഫസർ M.K.C. നായർ സർ, യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ പ്രൊഫസർ ഗോപകുമാർ, പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ അനിൽകുമാർ, ഫിനാൻസ് ഓഫീസർ ശ്രീ സുധീർ, യൂണിവേഴ്സിറ്റിയിലെ ഡീൻമാരായ ഡീൻ റിസർച്ച് ഡോക്ടർ ഷാജി, ഡീൻ അക്കാഡമിക് ശ്രീ ബിനോജ്, ഡീൻ സ്റ്റുഡൻറ് അഫയേഴ്സ് ഡോക്ടർ ആശിഷ്,
വിവിധ ഫാക്കൽറ്റി ഡീൻസ്, 7 ഫാക്കൽറ്റി ഡീൻമാരുണ്ട്. ഇന്ന് പുരസ്കാരം ലഭിക്കുന്ന 7 ശ്രേഷ്ഠരായ അധ്യാപകർ, അവരുടെ കോളേജുകളിലെ പ്രിൻസിപ്പൽമാർ, യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ്, ഗവേണിംഗ് കൗൺസിൽ, അക്കാഡമിക് കൗൺസിൽ, ഫാക്കൽറ്റീസ്, ബോർഡ് ഓഫ് സ്റ്റഡീസ് എന്നിവയിലെ ബഹുമാന്യരായ അംഗങ്ങളെ, യൂണിവേഴ്സിറ്റിയിലെ ഓഫീസർമാരെ, ജീവനക്കാരെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, യൂണിവേഴ്സിറ്റിക്ക് 16 വയസ്സായി അല്ലേ? നവയൗവനവും വന്ന് അതിവേഗം വളരുന്നു എന്ന സ്ഥിതിയിലായിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി. പിറന്നാൾ ഒരു ദിവസം, ആഘോഷങ്ങൾ ഒരു ദിവസം നേരത്തെയാക്കി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശ്രേഷ്ഠരായ അധ്യാപകർക്ക് നൽകുന്ന അവാർഡിലും ഈ വർഷം മുതൽ തിളക്കം കൂടുതലുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടേഷൻ്റെ ഒറേഷൻ്റെ പേര് മാറ്റിയത് ഇവിടെ സൂചിപ്പിച്ചു. അതിൻ്റെ കാരണങ്ങളും ഇവിടെ പറയുകയുണ്ടായി. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ സമ്മേളനത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അധ്യക്ഷത വഹിക്കുന്നത് കേരളത്തിലെ 2 പ്രമുഖ യൂണിവേഴ്സിറ്റികൾക്ക് സമർത്ഥമായി നേതൃത്വം നൽകുന്ന നമ്മുടെ സ്വന്തം വൈസ് ചാൻസലർ പ്രൊഫസർ മോഹനൻ കുന്നുമ്മൽജിയാണ്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടുകൂടി, ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി അധ്യക്ഷ പദത്തിലേക്ക് സ്വാഗതം ചെയ്യും. എന്നിവിടെ പ്രഥമ ഡോക്ടർ കെ മോഹൻദാസ് മെമ്മോറിയൽ ഫൗണ്ടേഷൻ്റെ ഒറേഷൻ നിർവഹിക്കുന്നതിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന പ്രൊഫസർ MKC നായർ സാർ. സാറിൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ട പലരും ഈ ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കും. അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയേണ്ട ഒരു അവസരമല്ല, പക്ഷേ എല്ലാവർക്കും അറിയാം. എങ്കിലും അദ്ദേഹത്തെ ഒറേഷൻ്റെ സമയത്ത് ഔപചാരികമായി പരിചയപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പീഡിയാട്രീഷ്യൻ കൂടിയായ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്കാണ് കേവലം 5 വയസ്സുള്ളപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടത്. അദ്ദേഹം അതിനെ പാലനം ചെയ്ത്, പോഷണം ചെയ്ത് 10 വയസ്സായപ്പോൾ ആരോഗ്യത്തോടു കൂടി തന്നെ തൻ്റെ പിൻഗാമിയെ ഏൽപ്പിച്ചിട്ടാണ് പൂരനഗരിയിൽ നിന്ന് സാറിൻ്റെ സ്വന്തം നാടായ തിരുവനന്തപുരത്തേക്ക് പോയത്. ആദ്യത്തെ കെ മോഹൻദാസ് മെമ്മോറിയൽ ഒറേഷൻ നിർവഹിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി, ശിഷ്യ സഹജമായ എളിമയോടുകൂടി സ്വാഗതം ചെയ്യും. യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ പ്രൊഫസർ ഗോപകുമാർ, പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ അനിൽകുമാർ, ഫിനാൻസ് ഓഫീസർ ശ്രീ സുധീർ, ഡീൻമാരായ പ്രൊഫസർ ഷാജി, പ്രൊഫസർ ബിനോജ്, പ്രൊഫസർ ആശിഷ് എന്നിവരെ വളരെ സ്നേഹത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾസ്, അതുപോലെ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് എന്നിവിടങ്ങളിലെ അധ്യാപകരെ വളരെ സ്നേഹത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. യൂണിവേഴ്സിറ്റിയുടെ ഗവേണിംഗ് കൗൺസിൽ, സെനറ്റ്, അക്കാഡമിക് കൗൺസിൽ, ഫാക്കൽറ്റീസ്, ബോർഡ് ഓഫ് സ്റ്റഡീസ് എന്നിവയിലെ ബഹുമാന്യരായ അംഗങ്ങളെ ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു. യൂണിവേഴ്സിറ്റിയുടെ ഓഫീസർമാർ, ജീവനക്കാർ എന്നിവരെ വളരെ സന്തോഷത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ബെസ്റ്റ് ടീച്ചർ അവാർഡ് നേടുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന വിവിധ ഫാക്കൽറ്റികളിൽ നിന്നുള്ള 7 അധ്യാപകരുണ്ട്. അവരെ പേരെടുത്ത് സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അലൈഡ് ഹെൽത്ത് സയൻസിൽ നിന്ന് ഡോക്ടർ സൂസൻ ആനി ജോർജ്, ആയുർവേദ സിദ്ധ യുനാനിയിൽ നിന്ന് പ്രൊഫസർ ഡോക്ടർ വിനോദ് കുമാർ, ഡെന്റൽ സയൻസിൽ നിന്ന് ഡോക്ടർ ഹരികുമാർ കെ, ഹോമിയോപ്പതിയിൽ നിന്ന് ഡോക്ടർ എബിറാം ജ്യോതിസ്, മെഡിസിൻ വിഭാഗത്തിൽ നിന്ന് ഡോക്ടർ ആനന്ദ കേശവൻ, നഴ്സിംഗിൽ നിന്ന് പ്രൊഫസർ ആഗ്നറ്റ് ബീനാമാണി, ഫാർമസ്യൂട്ടിക്കൽ സയൻസിൽ നിന്ന് ഡോക്ടർ സുജിത് എസ് നായർ,
എല്ലാവരെയും കുടുംബസമേതം തന്നെ ഈ ചടങ്ങിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യും. ശ്രേഷ്ഠരായ ഈ അധ്യാപകർക്ക് അവരുടെ കർമ്മരംഗത്ത് ശോഭിക്കുവാനായിട്ട് പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുത്ത ഇവരുടെ ഓരോരുത്തരുടെയും കോളേജുകളിലെ പ്രിൻസിപ്പൽമാരെയും സഹ അധ്യാപകരെയും വളരെ സന്തോഷപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹിതർ, പുരോഗമനകാംക്ഷികൾ എന്നിങ്ങനെ പല തുറകളിൽ നിന്ന് ഈ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. To deliver the presidential address and introduce our guest of honor, Professor Dr. N.K.C. Nair sir. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് യൂണിവേഴ്സിറ്റിയുടെ 16ാം ജന്മദിനത്തിലാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ഫൗണ്ടേഷൻ്റെ 2009 അസംബ്ലി ഡിസംബർ 7 തീയതി കേരള ആരോഗ്യ സർവകലാശാല നിയമം പാസാക്കുകയും കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും കീഴിലുള്ള എല്ലാ ആരോഗ്യ വിദ്യാഭ്യാസ ബിരുദ കോഴ്സുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെയാണ് കേരള ആരോഗ്യ സർവകലാശാല സൃഷ്ടിക്കപ്പെടുന്നത്. അന്ന് 189 കോളേജുകളാണ് പല പല യൂണിവേഴ്സിറ്റികളിലായി, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, അവിടെയൊക്കെ ചിതറിക്കിടന്നിരുന്നത്. ഏകദേശം 10,000-ഓളം വിദ്യാർത്ഥികളും അന്ന് ഓരോ വർഷവും അഡ്മിഷൻ എടുക്കുന്നുണ്ടായിരുന്നു. 16 വർഷത്തിനിടയിൽ അത്ഭുതകരമായ വളർച്ച നമുക്ക് നേടാൻ കഴിഞ്ഞു എന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു. 189 കോളേജുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഇന്ന് 389 കോളേജുകൾ, ഇരട്ടിയിലധികം കോളേജുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. ഓരോ വർഷവും അഡ്മിഷൻ കിട്ടുന്നത് ഇന്നത്തെ കണക്കനുസരിച്ച് 33,092, 10,000-ൽ നിന്ന് 3 ഇരട്ടി വിദ്യാർത്ഥികൾ ഇവിടെ അഡ്മിഷൻ തേടുന്നു എന്നുള്ളതാണ്. മറ്റൊരു മേഖലയിലും ഇത്രയധികം വർധന ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് എഞ്ചിനീയറിംഗ് മേഖലയിൽ വർധന ഉണ്ടായെങ്കിലും അത് പുറകോട്ട് പോയി. പക്ഷേ ആരോഗ്യ മേഖലയിൽ വർധന വളരെ കാര്യക്ഷമമായി വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ 2 കാരണങ്ങൾ. ഒന്ന്, ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ ലോകത്തിന് മികവാർന്ന ആരോഗ്യ സേവനം നൽകുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതിന് സഹായകരമായി അവിടെയുള്ള ഫാക്കൽറ്റിയും കോളേജും നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരും എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളെയും യൂണിവേഴ്സിറ്റി കീഴിലെ എല്ലാ അധ്യാപകരെയും യൂണിവേഴ്സിറ്റിയുടെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഒരു വലിയ നേട്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നും. ഈ വർഷം തന്നെ നമ്മൾ 700 MBBS സീറ്റുകളാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. 3 പുതിയ കോളേജുകളാണ് വന്നിട്ടുള്ളത്. നാഷണൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമനുസരിച്ച് MBBS സീറ്റ് നിലവിലുള്ളതിനേക്കാളും 75,000 വർദ്ധിപ്പിക്കണം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വർദ്ധിക്കുന്നത്. അതുപോലെ തന്നെ നഴ്സിംഗ് സീറ്റും വളരെയധികം വർദ്ധിപ്പിക്കണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർധനകളെല്ലാം വരുന്നത്. പക്ഷെ വർധനയുടെ പേരിൽ ആരെങ്കിലും ഒരു കോളേജ് തട്ടിക്കൂട്ടിയാൽ കേരള ആരോഗ്യ സർവകലാശാലയുടെ കീഴിൽ അത് നൽകില്ല എന്നെല്ലാവർക്കും അറിയാം. മികച്ച രീതിയിലുള്ള സ്ഥാപനം,
ആവശ്യത്തിലുള്ള അധ്യാപകർ, അത് വളരെ കർശനമായി തന്നെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മുടെ ഡീൻമാരും നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫും ഒക്കെ തന്നെ ഇതിൽ വളരെ വളരെ ജാഗരൂകരായി ആണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നിലവാരം നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനം. നിലവാരം ആണ് ഏറ്റവും വലിയ കാര്യം. പ്രൊഡക്ഷൻ ഒരുപാട് കൂടിയതുകൊണ്ട് കാര്യമൊന്നുമില്ല. ക്വാളിറ്റി പ്രൊഡക്ഷൻ. ദേശീയ ഗവൺമെന്റിന്റെ തീരുമാനം തന്നെ ഭാരതത്തെ വിശ്വഗുരു എന്ന നിലയിൽ വളർത്തുവാൻ വേണ്ടിയിട്ടാണ്. ഭാരതത്തെ ആരോഗ്യത്തിൻ്റെ കേന്ദ്രമാക്കാൻ വേണ്ടിയിട്ടാണ്. വാസ്തവത്തിൽ അത് ഏകദേശം ആയി വരുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. കാരണം ലോകത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന മൂന്നാമത്തെ രാജ്യം ഇന്ത്യയാണ്. ലോകമെമ്പാടും ഉപയോഗിക്കുന്ന വാക്സിനുകളുടെ 60% ഇവിടെ നിന്നാണ് പോകുന്നത്. ലോകത്തിലുള്ള മിക്കവാറും ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരും ഡോക്ടർമാരും ടെക്നീഷ്യൻസും ഒക്കെ തന്നെ ഇവിടെ നിന്ന് പോകുന്നു എന്നുള്ളതാണ്. അത് വർദ്ധിക്കുകയും ചെയ്യും. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ വർഷങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനം, ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം, വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആരോഗ്യ സർവകലാശാല തുടങ്ങിയ ആ സമീപകാലത്ത് തുടങ്ങിയ ഒരു യൂണിവേഴ്സിറ്റിക്കും ഇന്നും സ്വന്തമായിട്ട് കെട്ടിടമില്ല. അത് കുറ്റം പറയല്ല, നമ്മുടെ നേട്ടം പറയുക. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിക്ക് അതില്ല, മലയാളം യൂണിവേഴ്സിറ്റിക്ക് അതില്ല, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് അതില്ല. അവർക്കാർക്കും സ്വന്തം കെട്ടിടമില്ല. ഇവിടെ നമ്മൾ നമ്മുടെ സ്വന്തം കെട്ടിടത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മളതുകൊണ്ടാണ് ഡോക്ടർ കെ മോഹൻദാസിനെ ഓർമ്മിക്കുന്നത്. അദ്ദേഹം വാസ് എ ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ. ശ്രീചിത്ര പോലെയുള്ള മഹാസ്ഥാപനത്തിൻ്റെ 2ാമത്തെ ഡയറക്ടർ എന്ന നിലയിൽ ശ്രീചിത്രയെ വലിയൊരു സ്ഥാപനമായി വളർത്തിയത് അദ്ദേഹമാണ്. അദ്ദേഹം തന്നെയാണ് വലിയൊരു തുടക്കം നമുക്ക് നൽകിയത്. 2ാമത്തെ വൈസ് ചാൻസലറായി വന്നയാൾ അദ്ദേഹമാണ്. ഇവിടെ നമുക്ക് പ്രഥമ ഡോക്ടർ കെ മോഹൻദാസ് ഓറേഷൻ നടത്തുവാൻ പോകുന്നത്. അദ്ദേഹവും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡറാണ്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ചെറിയ ഒറ്റ മുറിയിൽ തുടങ്ങിയ മഹാപ്രസ്ഥാനം അതൊരു വലിയ സ്ഥാപനമായി എന്ന് മാത്രമല്ല, ഇന്ത്യ മുഴുവൻ ഈ വിഷയം വളരെ പ്രഥമ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കാര്യമായി മാറുകയും 100 കണക്കിന് ചൈൽഡ് ഡെവലപ്മെൻറ്റ് വിദഗ്ധന്മാർ ഇന്ത്യയുടെ വിവിധ ആശുപത്രികളിൽ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈസ് ഓൾസോ എ ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ. സാറ് ഇവിടെ വന്നതിന് ശേഷം ഈ യൂണിവേഴ്സിറ്റിയുടെ വീണ്ടും വലിയ വളർച്ചകൾക്ക് സാധ്യമായി എന്നുള്ള, യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ MKC സാറിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ടത് എനിക്ക് മുമ്പേ വന്ന വൈസ് ചാൻസലർ എന്ന നിലയിലല്ല, മറിച്ച് MBBSന് എന്നെ പഠിപ്പിച്ച അധ്യാപകൻ എന്ന നിലയിലാണ്. ആ രീതിയിലാണ് ഞാൻ പഠിപ്പിച്ചത്. അതാണ് ആദ്യം, ബാക്കിയൊക്കെ പിന്നീട് വന്നതാണ്. കേരള യൂണിവേഴ്സിറ്റി ഒരേ ഒരു ഡോക്ടർക്ക് മാത്രമേ DSc ബിരുദം കൊടുത്തിട്ടുള്ളൂ 80 വർഷത്തെ ചരിത്രത്തിൽ. അത് MKC നായർ സാറിന് കൊടുത്തിട്ടുള്ളത്. ഞാൻ VC ആവണതിനൊക്കെ കുറേ മുമ്പാണ് കേട്ടോ. ഞാനല്ല, കേരള യൂണിവേഴ്സിറ്റി അല്ല, ഞാനും അവിടെ ഉണ്ടല്ലോ. അതിന് മുമ്പാണ് അവിടെ കൊടുത്തത്. ആർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയെങ്കിലും അങ്ങനെ വേണ്ട. MKC നായർ എന്ന് പറയുന്ന MK ചന്ദ്രശേഖരൻ നായർ, എനിക്ക് തോന്നുന്നില്ല സാറ് പോലും ആ പേര് മറന്നു പോയിട്ടുള്ളത്. MK ചന്ദ്രശേഖരൻ നായർ അദ്ദേഹം യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുഗുണമായ SSGP സ്റ്റുഡൻറ് സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് പ്രോഗ്രാം അതിൻ്റെ ഉപജ്ഞാതാവാണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ അവിടെ അവതരിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞത് നമുക്കത് ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കാമെന്നാണ്. ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കേണ്ടതാണെന്നുള്ളതും
ആ രീതിയിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 27 പുസ്തകങ്ങളുടെ രചയിതാവാണ് ബഹുമാനപ്പെട്ട MKC നായർ സാർ. 2 പുസ്തകങ്ങൾ ഇപ്പോൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇന്നലെ എന്നോട് പറഞ്ഞത്. അവരുടെ ഹോബി എന്നാണ് പുസ്തകം അങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പുസ്തകങ്ങൾ, ഈ പുസ്തകങ്ങളൊക്കെ തന്നെ വളരെ വെറുതെ പുസ്തകം എഴുതുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർ പോലും വായിക്കാത്ത പുസ്തകം. അതല്ല, ഇത് കേരളത്തിലെ, ഇന്ത്യയിലെ ആരോഗ്യ സമൂഹം മുഴുവനും പഠിക്കുന്ന പുസ്തകങ്ങളാണ് MKC നായർ സാറിൻ്റെ. 215 പ്രബന്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. പിന്നെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ പ്രസിഡൻ്റായ ആദ്യത്തെ മലയാളി, അതുപോലെ FAMS ബിരുദം നേടിയ പീഡിയാട്രീഷ്യൻ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ ഇന്ന് പറഞ്ഞു. പക്ഷേ സാറിനെ കുറിച്ച് പറയുന്നതല്ല, സാറ് പറയുന്നതാണ് ഇന്ന് പ്രധാനം എന്നുള്ളത് കൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. സാറ് ഇന്നത്തെ സാറിൻ്റെ പ്രഭാഷണം എന്നതിൽ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഈ വർഷങ്ങളാണ് വരാൻ പോകുന്നത്. ആരോഗ്യ മേഖലയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മറ്റുമൊക്കെ, പിന്നെ ആശുപത്രികളിലും മറ്റുമൊക്കെ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നു. അതൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ ആരോഗ്യ മേഖലയെ ഏതു തരത്തിൽ ബാധിക്കും എന്നുള്ളത് വലിയ ആകാംക്ഷയോടുകൂടിയാണ് നമ്മൾ നോക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച ചികിത്സ ഇവിടെ ഉണ്ട് എന്നുള്ളതും, ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ചികിത്സ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമാണെങ്കിൽ, അത് ഇൻ്റർനാഷണലൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് പ്രൊഫഷണലുകൾ ആക്കുക മാത്രമല്ല, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളിൽ ഇടപെടുക കൂടി ചെയ്യേണ്ടതാണ് നമ്മുടെ കടമ എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തും യൂണിവേഴ്സിറ്റിയുടെ ഫാമിലി ഹെൽത്തും ട്രാൻസ്ലേഷൻ റിസർച്ചും ഒക്കെ തന്നെ ഗവേഷണങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നത്. വാസ്തവത്തിൽ നമുക്ക് ഇനി വേണ്ടത് മികവാർന്ന ധാരാളം ഗവേഷകരാണ്. അതിനൊരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന നിലയിലാണ് നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾ, ക്യാച്ച് ദം യങ് എന്ന കൺസെപ്റ്റോടുകൂടി 1000 സ്കോളർഷിപ്പുകൾ ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റിയും കൊടുക്കാത്തൊരു കാര്യം നമ്മൾ ചെയ്തിട്ടുള്ളത്. അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്ക് 1000 സ്കോളർഷിപ്പ് പ്രഖ്യാപിക്കുകയും അതിൻ്റെ ആദ്യത്തെ ബാച്ചിന് കഴിഞ്ഞ വർഷം കൊടുക്കുകയും ചെയ്തു. രണ്ടാമത്തെ ബാച്ച് ഇപ്പോൾ വരികയാണ്. 10,000 രൂപ. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മികവാർന്ന വിദ്യാർത്ഥികൾക്ക് 10,000 രൂപ വീതം മെറിറ്റ് സ്കോളർഷിപ്പ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അത് നൽകും. അതും 1000 പേർക്കാണ് നമ്മൾ നൽകുന്നത്. നമ്മുടെ കുട്ടികൾ തീർച്ചയായിട്ടും നമ്മുടെയും രാജ്യത്തിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ അസറ്റാണ്. പക്ഷേ അപൂർവം ചില കുട്ടികൾ നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കുറേ വിദ്യാർത്ഥികൾ ഒരു അപകടത്തിൽ മരണമടഞ്ഞത് നമ്മളെയൊക്കെ അതീവ ദുഃഖിതരാക്കിയത്. തീർച്ചയായിട്ടും അതിന് പരിഹാരമൊന്നും നമ്മുടെ കയ്യിലില്ല. കുറഞ്ഞ പക്ഷം അവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതം യൂണിവേഴ്സിറ്റി കൊടുത്തു കഴിഞ്ഞു. യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥികൾ എന്ത് കാരണം കൊണ്ടായാലും മരണമടഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ കൊടുക്കുന്ന, അതും എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ചെയ്യുന്നത്. അധികം പേർക്ക് അങ്ങനെ കൊടുക്കാൻ വരരുതേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷേ നമ്മളത് കൊടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ എല്ലാ സഹകരണത്തിനും യൂണിവേഴ്സിറ്റി നന്ദി പറയുന്നു. നമ്മുടെ എല്ലാ അധ്യാപകരുടെയും സഹകരണത്തിന് യൂണിവേഴ്സിറ്റി നന്ദി പറയുന്നു. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ജീവനക്കാരെയാണ്, യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാഫ്. മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും അധികം യുവാക്കളുള്ള ഒരു സ്റ്റാഫ് ഘടനയാണ് കേരള ആരോഗ്യ യൗവനമാണ് ഇവരുടെ സവിശേഷത. നമ്മുടെ രാജ്യത്തെ പോലെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള യൂണിവേഴ്സിറ്റി ആരോഗ്യ സർവകലാശാലയാണ്. അത് അതിൻ്റെ ഊർജ്ജസ്വലത അവർ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നാടിന് തന്നെ മാതൃകയാകുവാൻ ഈ ചെറുപ്പക്കാർക്ക് കഴിയും.
എന്നാണ് എൻ്റെ വിചാരം. എല്ലാവർക്കും സർവ മംഗളങ്ങളും നേരുന്നു. പ്രഥമ ഡോക്ടർ കെ മോഹൻദാസ് ഒറേഷൻ നടത്തുവാൻ, ഫൗണ്ടേഷൻ ഡേ ഒറേഷൻ നടത്തുവാൻ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കെ സി നായർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. Vice Chancellor of the University, person who said the welcome address, Dr. C.P. Vijayan, Pro Vice Chancellor of the University, person who is going to say the vote of thanks, Professor S. Gopakumar, Registrar of the University, all senior members of the administration, all the senior faculty, all the guests, the backbone of the university, that is the assistants, and he said, already VC said, all of the new people, and we have some invited guests representing the parents of the disabled children. So can you just get up for a second? Just get up for a second? Okay. Yes, sir. Thank you, sir. The college representatives, principals, if any, academic council, senate, you have the governing council, if any member present, and the media. ഞാനിവിടെ പറയാൻ പോകുന്ന വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. കഴിഞ്ഞ 15 കൊല്ലമായിട്ട് അല്ലെ 16 കൊല്ലമായിട്ട് നമ്മൾ എന്തു ചെയ്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ എന്ത് ചെയ്തു? ഒരാളിൻ്റെയും പേര് ഞാൻ പറയില്ല, കാരണം ഇൻഡിവിജ്വൽസ് അല്ല ചെയ്തിട്ടുള്ളത്, ഒരു പ്രസ്ഥാനമാണ് ചെയ്തിട്ടുള്ളത്. പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിലും കാണാത്തത്ര ഒരു അടുപ്പം ഇവിടെയുള്ള സ്റ്റാഫിനും ഫാക്കൽറ്റിക്കും എല്ലാവർക്കും ഉണ്ട്, ഓഫീസേഴ്സിനുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ഓക്കെ, ഒരു പ്രോബ്ലം ഇല്ലാതെ യൂണിവേഴ്സിറ്റി ഇങ്ങനെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നത് നമ്മളൊരു അക്കാഡമിക് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടാണ്. ആ വാക്കൊന്ന് ശ്രദ്ധിക്കണം. വി ആർ ആൻ അക്കാഡമിക് യൂണിവേഴ്സിറ്റി, നോട്ട് പൊളിറ്റിക്കൽ യൂണിവേഴ്സിറ്റി. സോ എവരിബഡി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് സംതിങ്. ലിറ്റിൽ amount of politics all of us will have in their lives. That is okay. But മുഖമുദ്ര എന്ന് പറയുന്നത് അക്കാഡമിക് ഉന്നമനമാണ്. ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആദ്യത്തെ ഇതിന് തുടക്കമിട്ടത് ഒരുപാട് ഡിസ്കഷൻ കഴിഞ്ഞാണ് മോഹൻദാസ് സാറിനെ കൊണ്ടുവന്നത്. എനിക്കറിയാം ഒരുപാട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. സാറിനെ കൊണ്ടുവരാനുള്ള മെയിൻ കാരണം എനിക്ക് തോന്നുന്നത് അക്കാഡമിക് മികവ് മാത്രമാണ്. ചിത്ര പോലത്തെ ഒരു നാഷണലി റെക്കഗ്നൈസ്ഡ് സെൻറ്റർ 10-15 കൊല്ലം ഓടിച്ച ആൾക്ക് ഒരു പുതിയ യൂണിവേഴ്സിറ്റി ഉണ്ടാകുന്നതിന് ഒരു വിഷൻ ഉണ്ടാവും. ആ വിഷൻ ഈസ് നോട്ട് ഡൈല്യൂട്ടഡ് ബൈ എനി അതർ ഫ്രഞ്ച് റീസൺസ്. ഓക്കെ, and what has he done? If I tell about him, 85 became the professor of anesthesia, and I must remember Validan Sir who brought him to Chitra. Okay, 94 he became the director of the Chitra Center. He received more than 30 national technology award for converting technology into useful things. Okay, and that's exactly what our Honorable Vice Chancellor is trying to bring through the translational school. That is something which we need to do. And next time when somebody talks, they should say there are so many technological conversion to public use. He was the president of association, 2004 president of association of Indian universities. 2004 is important for me. അന്നാണ് ആദ്യമായിട്ട് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ ആദ്യത്തെ കേരളത്തിൽ നിന്നുള്ള പ്രസിഡന്റ് വന്നത്, ഇത്രയും കൊല്ലത്തെ ചരിത്രത്തിൽ. സോ അതുകൊണ്ട് 2004 എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2008 he brought a MTech in clinical engineering to IIT Madras. That means മെഡിസിനും എഞ്ചിനീയറിംഗ് കൂടെ എങ്ങനെ സമന്വയിപ്പിക്കാം എന്നുള്ളത്. He became the president of Association of Commonwealth Universities, and 2009 he became the Honorable Vice Chancellor of the university. Now I am going to say it in 3 stages. ആദ്യത്തെ 5 കൊല്ലം, രണ്ടാമത്തെ 5 കൊല്ലം, മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയായിരുന്നല്ല നമ്മുടെ ചെയ്തത്. അതിനകത്ത് വേറെ ഒരു ഇമ്പോർട്ടൻസും ഇല്ല, ജസ്റ്റ് ഒരു അടുക്കും ചിട്ടയായിട്ട് പറയാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ
മുഖമുദ്ര, ഫസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ മുഖമുദ്ര എന്താണെന്ന് വെച്ചാൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ. അതാണ് ഓണറബിൾ വൈസ് ചാൻസലർ പറഞ്ഞത്, മറ്റു പല യൂണിവേഴ്സിറ്റിക്ക് ഒരു ആസ്ഥാന മന്ദിരം പോലും ഇല്ല. അപ്പൊ ഇവിടെ ആദ്യത്തെ 5 കൊല്ലം, ആൻഡ് ഐ മസ്റ്റ് സേ, പുട്ട് ഓൺ റെക്കോർഡ് സേയിങ് ദാറ്റ് ദിസ് വാസ് നോട്ട് ഓൺലി ബിക്കോസ് ഓഫ് മോഹൻദാസ് സാർ, അന്ന് നമുക്കുണ്ടായിരുന്ന രജിസ്ട്രാറിന്റെ കാര്യം കൂടെ. അൺഫോർച്ചുനേറ്റ്ലി പല ചീത്തപ്പേര് ഉണ്ടായ വ്യക്തിയാണെങ്കിലും ഐ വിൽ സേ ദാറ്റ് പുള്ളിയാണ് ഇതിനെ ഒരുപാട് ചെയ്തത്. ഈ മതിലുണ്ടാക്കിയതും സ്ഥലം ചെയ്തതും മതിലുണ്ടാക്കിയതും ഈ ബിൽഡിംഗ് ഉണ്ടാക്കി. ആകെ ഒരു നെഗറ്റീവ് പറയാവുന്ന അദ്ദേഹത്തെ പറ്റി ഒന്നേ ഉള്ളായിരുന്നു, സിസ്റ്റത്തിനോട് റൂൾസിനോട് അത്ര ബഹുമാനമില്ല. കാര്യം നടക്കട്ടെ, റൂള് പിന്നെ വരുമെന്ന് പറയും, ഒരിക്കലും അത് ചെയ്യരുത്. ഇത്രയും അസിസ്റ്റൻസ് പുതുതായിട്ട് ഞാൻ പോലും കാണാത്ത ഒരുപാട് പേരുണ്ട്, ഞാൻ പോയി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അവരോട് പറയുകയാണ്, നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്താലും നാളെ പണി കിട്ടാൻ പോകുന്നത് നമ്മൾ എന്ത് നോക്കിയില്ലെങ്കിലും റൂള് നോക്കിയില്ല. പക്ഷേ റൂള് ബൈപ്പാസ് ചെയ്യാൻ ഉണ്ട്, അതിനാണ് സീനിയർ ഓഫീസേഴ്സ് ഇരിക്കുന്നത്. പക്ഷേ റെക്കോർഡ് ചെയ്ത് വെക്കണം ഏത് സാഹചര്യത്തിലാണ് റൂള് ഇതെന്നെ പഠിപ്പിച്ചത് നമ്മുടെ ഹെൽത്ത് സെക്രട്ടറി ആയിരുന്നു, പിന്നെ യൂണിയൻ ഹോം സെക്രട്ടറി ആയിരുന്ന സാറാണ് എന്നെ പഠിപ്പിച്ചത്. മനസ്സിലായി? അദ്ദേഹം പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ ഉണ്ട് അല്ലേ, റൂള് നോക്കി ചെയ്യാനാണ് അസിസ്റ്റന്റ് മാത്രം പോലെ. റൂളില്ലാതെ നമുക്ക് ചെയ്യാം, പക്ഷെ ചെയ്യുമ്പോൾ ഏത് സാഹചര്യത്തിൽ എന്തുകൊണ്ട് ചെയ്തു എഴുതണം, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എല്ലാ സിസ്റ്റത്തിനെയും സമന്വയിപ്പിച്ചാണ് നമ്മൾ കൊണ്ടുവന്നത്. ആക്ട് വന്നപ്പോൾ ഒരു തെറ്റ് പറ്റിപ്പോയി, അത് തെറ്റെന്ന് തന്നെ ഞാൻ പറയും, കാരണം നമ്മുടെ ആദ്യത്തെ കുഹാസായിരുന്നു, അതായിരുന്നു കുറച്ചുകൂടെ നല്ല വാക്ക്. ആക്ട് കൊണ്ടുവന്നപ്പോൾ അതിനകത്തുനിന്ന് അലൈഡ് എടുത്ത് കളഞ്ഞു, അത് ഏറ്റവും മിസ്റ്റേക്ക് ആയിപ്പോയി എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇനി അത് തിരുത്താൻ പോയാൽ പണി കിട്ടും. കാരണം ആ സമയത്ത് ഏത് ഗവൺമെന്റ് ആയാലും കുറെ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും, അതുകൊണ്ട് തിരുത്താൻ നോക്കണ്ട. പക്ഷെ അതൊരു അലൈഡിനെ ഒരു ഇമ്പോർട്ടൻസ് കളഞ്ഞ് ശരിയല്ല. കാരണം ഇന്ന് ഏറ്റവും വളരുന്ന ഒരു മേഖല എന്ന് പറയുന്ന അലൈഡ് ഹെൽത്ത് സയൻസ് ആണ്. അതൊരു പിൻബുദ്ധിയിൽ നോക്കുമ്പോൾ തെറ്റായി പോയി എന്ന് ഞാൻ പറയും. നമുക്ക് ഒരുപാട് ഫോളോ ഗവർണൻസ്, അത് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ചിത്രയിൽ ഒരു ഗുണം അതാണ്, ഗവർണൻസ് സിസ്റ്റം റൂള് ഫോളോ ചെയ്യണം എന്ന് അദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്തിരുന്നു. 7 നിലയുള്ള ഈ ബിൽഡിംഗ്, ഓക്കെ, അത് ഇനാഗുറേറ്റ് ചെയ്തത് 2014 ജൂൺ ആണ്. ഒരു മാസം 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ടേക്ക് ഓവർ ചെയ്തത്. അപ്പൊ ഞാൻ വന്നപ്പോൾ സാർ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. പക്ഷെ അതിനകത്തൊന്നും ഇല്ലായിരുന്നു. അത് രണ്ടാമത്തെ കാര്യം. അങ്ങനെയാണല്ലോ, ഒരാൾ ചെയ്തു വെച്ചതിനകത്തുനിന്ന് അടുത്ത ആളിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെ വന്നപ്പോൾ എൻ്റെ ഇതെന്ന് പറയുന്നത് ഇവിടെ സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പൊ സാർ ഓൾറെഡി ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി, അതുകൂടി ഞാൻ വായിക്കുന്നില്ല, ഒറ്റ വാക്ക് വായിക്കാൻ. ടു ക്രിയേറ്റ് കോമ്പിറ്റന്റ് ആൻഡ് കമ്പാഷനേറ്റ് പ്രൊഫഷണൽസ്. 2 കാര്യം എടുത്തു പറയുന്നുണ്ട്. ഒന്ന് കോമ്പിറ്റന്റ്, രണ്ടാമത്തെ കമ്പാഷനേറ്റ്. ഇത് രണ്ടും വേണം. കോമ്പിറ്റൻസി ഉള്ള, ഇപ്പൊ മിടുക്കനായിട്ടുള്ള ഡോക്ടറിന് പെരുമാറാൻ ചിലപ്പോൾ അറിയത്തില്ല. ഏറ്റവും നന്നായിട്ട് പെരുമാറാൻ അറിയാവുന്നത് കോമ്പിറ്റൻസി വേണമെന്നുമില്ല. അപ്പൊ നമുക്ക് വേണ്ട രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ വേണം. അതാണ് നമ്മുടെ. അതുപോലെ അതിനെ സ്വാധീകരിക്കാനുള്ള മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി. എഗെയിൻ ഞാൻ ഒരു ലൈനെ വായിക്കത്തുള്ളൂ, എൻഷ്യൂർ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ഹെൽത്ത് കെയർ. ബാക്കിയെല്ലാം പിന്നെ വന്നോളും, അത് വായിക്കേണ്ട കാര്യമില്ല. എൻഷ്യൂർ ഹൈ ക്വാളിറ്റി. KUHS എന്ന് അറിയപ്പെടുന്നെങ്കിൽ, ലോകം മുഴുവൻ അറിയപ്പെടുന്നെങ്കിൽ, ഇതിന്റെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. അപ്പൊ ഞാൻ ഏത് കോളേജിൽ പോകും പറയും, നിങ്ങൾ എവിടുന്ന് പാസ്സായ KUHS. ഇനി രണ്ടാമത് ചോദ്യം പറയണം, യു ഹാവ് പാസ് ഫ്രം ദ ബെസ്റ്റ്. അത്ര എളുപ്പമല്ല പാസ്സാവാൻ, വെരി വെരി ഡിഫിക്കൽട്ട്. പക്ഷേ അങ്ങനെ ആർക്കും അരമാർഗം ചുമ്മാ ഇട്ട് കൊടുക്കാത്തൊരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിനെ KUHS എന്ന് കേട്ട ഒറ്റ കാര്യമേ പറയത്തുള്ളൂ, നിയർ പെർഫെക്റ്റ് എക്സാം. ഒന്നും പെർഫെക്റ്റ്, ലോകത്തൊന്നും പെർഫെക്റ്റ് ആവാൻ പറ്റൂല, നിയർ പെർഫെക്റ്റ്. ഞാനൊരു ഇൻസിഡന്റ് പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായതിനാണ്. ഞാൻ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് പോയി കഴക്കൂട്ടത്ത് എത്തിയപ്പോൾ ഓണറബിൾ അന്നത്തെ മിനിസ്റ്റർ എന്നെ വിളിച്ചു, സാറേ ഒരു പ്രശ്നമുണ്ട്, ആരോ കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്തേക്കുന്നു, എക്സാമിനേഷൻ സിസ്റ്റം മുഴുവൻ കുളമാണ്. അപ്പൊ ഞാൻ ഇക്ബാൽ സാറിനെ വിളിച്ചു. അപ്പൊ സാറ് വരാമെന്ന് പറഞ്ഞു. സാർ വെളുപ്പിനെ ഒന്ന് സാറിൻ്റെ കൂടെ പോകാൻ പറ്റുമോ? അപ്പൊ രാത്രി 11 മണിക്ക് എത്തിയിട്ട് ഞാൻ 4 മണിക്ക് 5 മണിക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് പിന്നെ കോട്ടയം വഴി സാറിനെ കൂടെ വിസയുടെ കാര്യത്തിൽ തന്നെ ഓണറബിൾ നേരത്തെ വൈസ് ചാൻസലർ ആയിരുന്ന ആളല്ലേ, അദ്ദേഹത്തെ കൊണ്ടുവന്നു.
ഇവിടെ വന്ന് ഹോൾ ഡേ ഹി ചെക്ട്, എന്നിട്ട് നല്ലൊരു റിപ്പോർട്ട് കൊടുത്തു. ഇതിനേക്കാളും നല്ലവണ്ണം ഒരു യൂണിവേഴ്സിറ്റിയും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, പക്ഷെ ആരെങ്കിലും പറയും ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് പറയാമോ? പറയാം. അതുകൊണ്ട് എന്ത് ചെയ്തു, അടുത്തത് ചെയ്ത് 2 യൂണിവേഴ്സിറ്റിയുടെ എന്താ പറയുക കൺട്രോൾ ഓഫ് എക്സാമിനേഴ്സ്, രാജീവ് ഗാന്ധിയും വേറൊരു യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിൽ തന്നെയുള്ള ഒരു കണ്ണൂരാണോ എന്ന് എനിക്ക് സംശയം, ഏതോ യൂണിവേഴ്സിറ്റി അവരെ കൊണ്ടുവന്നിട്ട് വി ചെക്ക് ദ ഹോൾ എക്സാമിനേഷൻ സിസ്റ്റം. അതിൻ്റെ സകല ഇത് നോക്കി. അതായത് ഇവിടെ IT മുഴുവൻ ചെക്ക് ചെയ്തു. IT-യുടെ വിദഗ്ധനെ കൊണ്ടാണ് വന്നത് അദ്ദേഹം. കംപ്ലീറ്റ് ചെക്ക് ചെയ്തു. ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാൻ പറ്റത്തില്ല. ഹ്യൂമൻലി എറർ ഉണ്ടാവാൻ ചിലപ്പോൾ, അല്ലാതെ ഒരു മിസ്റ്റേക്കും വന്നിട്ടില്ല എന്ന് പറയുന്നു. നമ്മൾ ഡബിൾ ഇവാലുവേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ്. അതിന് ഗുണമുണ്ട്, ചിലപ്പോൾ ദോഷമുണ്ട്. ദോഷമെന്ന് പറഞ്ഞാൽ VC-യുടെ ഗതികേടാണ് ഡബിൾ ഇവാലുവേഷൻ. കാരണം എല്ലാ പിള്ളേരും വരുന്ന എന്താ സാറേ, 1 മാർക്കിൽ തോറ്റു. എന്താ 1 മാർക്കിൽ തോറ്റ? അപ്പം ഞാൻ പറഞ്ഞ 6 മാർക്കിൽ തോറ്റില്ല. 6 മാർക്ക് 1 മാർക്കിൽ കിട്ടിയ 5 മാർക്ക് കിട്ടും. ഇത് VC-യുടെ ജീവിതത്തിലെ ഏറ്റവും പെയിൻഫുൾ ഇതാണ്. ഞാൻ പക്ഷേ ബേസിക്കലി ഒരു കൗൺസിലറാണ്. എന്താ കഴിഞ്ഞ 40 കൊല്ലമായിട്ട് കൗൺസിൽ ചെയ്യുന്നു, 45 കൊല്ലമായിട്ട് 80,000-ൽ കൂടുതൽ കുട്ടികളെ കൗൺസിൽ ചെയ്തിട്ടുണ്ട് ഫാമിലി. അപ്പം ഞാൻ എന്തോ ചെയ്യുന്നത് വെച്ചാൽ പറയും, മക്കളെ തോറ്റു, എനിക്കും ഭയങ്കര സങ്കടമുണ്ട്, ശരിയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം. നീ പോയിട്ട് ആരോടെങ്കിലുമൊക്കെ ചോദിക്കും, വക്കീലിനോ മറ്റേത് ആരെ ചോദിക്കും, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പം എന്താണ് എൻ്റെ തലേന്ന് തിരിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നീ പോയി 3 ദിവസം കഴിയുമ്പോൾ പറയും, സാറേ എല്ലാവരും ചോദിച്ചു, പറ്റൂല, നിയമമാണെന്നും ചെയ്യാൻ പറ്റില്ല. അവനെ ഇത് തന്നെ ഞാൻ പറഞ്ഞു, പറ്റൂല, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും വളഞ്ഞ വഴിയെങ്കിലും ഉണ്ടായി പറഞ്ഞുതരാൻ പറയും. അത് കഴിയുമ്പോൾ കുട്ടി എന്തായാലും വിരോധത്തിൽ പോകുന്നില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു കുട്ടിയെ ശിക്ഷിച്ചാൽ പോലും അത് ശിക്ഷ എനിക്ക് ഉപകാരത്തിനാണെന്ന് കുട്ടിക്ക് തോന്നണം, അല്ലാതെ നമുക്ക് വാശി വന്നുകൊണ്ടാണെന്ന് തോന്നുന്നത്. അത് ഒന്നാമത്തെ കാര്യം. അവിടെ വേറൊരു കാര്യമുണ്ട്, അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എവിടെ മഴ പെയ്താലും ഉടനെ ഒരു കോൾ വരും, വിളി വരും. ഒരാൾ കാസർഗോഡ് നിന്ന് വിളിക്കുന്നു, ഒരാൾ കണ്ണൂർ നിന്ന് വിളിക്കുന്നു, ഇവിടെ നിന്ന് വിളിക്കുന്നു, അവിടെ നിന്ന് വിളിക്കൂടെ. 2-3 വിളി ഞാൻ കേൾക്കും. കേട്ടിട്ട് പിന്നെ ചോദിക്കും, മക്കളെ വെറുതെ ഇത്രയും ഇത് കളയണ്ട, ഒരു കാര്യം ചെയ്യാൻ ഇതിലിട്ടിട്ട് ഫോണ് എന്താ അതിന് പറയാ, എല്ലാവർക്കും കേൾക്കാണ്ടിരുന്നതിന് എന്താ പറയാ, ഏതാ ഇട്ടിട്ട് എടുക്കുക. എന്തിന് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്ന, എന്തിനാ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. അപ്പൊ പറഞ്ഞു, സാറിന് മനസ്സിലായെന്ന് ചോദിക്കാൻ. മനസ്സിലായി മോനെ, അതല്ലേ ഞാൻ പറഞ്ഞേ, എല്ലാവരും ഒരു മുറി ഇരുന്നുകൊണ്ടാണ് കാസർഗോഡും കണ്ണൂരും കായംകുളം എന്നും പറഞ്ഞ് വിളിക്കുന്നത്. ഈ ടെക്നിക്ക് നമുക്കറിയത്തില്ല, അഭ്യാസമില്ല. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് യൂണിവേഴ്സിറ്റി സൂട്ട്. സാറിൻ്റെ സമയത്തുണ്ടാക്കിയ ഏറ്റവും നല്ലൊരു കാര്യമാണ്, മറ്റ് പല യൂണിവേഴ്സിറ്റിയും ഇല്ലാത്ത ഒരു കാര്യമാണ്. യൂണിവേഴ്സിറ്റി സൂട്ട് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ട് ഇലക്ട്രോണിക് ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുവന്നു. എല്ലാം പബ്ലിക് റിലേഷൻ ഓഫീസർ വാസ് മെയ്ഡ് റെസ്പോൺസിബിൾ ഫോർ ഓൾ പബ്ലിക് അനൗൺസ്മെന്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും പബ്ലിക്കിലേക്ക് സംസാരിക്കരുത്, ഒരു റെസ്പോൺസിബിൾ ഓഫീസർ മാത്രമേ സംസാരിക്കാവൂ. സെക്കൻഡ് 5 ഇയേഴ്സിൽ ഒറ്റ കോൺസെൻട്രേഷനേ ഉണ്ടായിരുന്നു. ഈ ബിൽഡിങ്ങിനെ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യുന്ന ഫിസിക്കൽ ഫില്ലിങ് മാത്രമല്ല, സിസ്റ്റംസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്താണ് സിസ്റ്റംസ്? വക്കീൽ, നമ്മുടെ യൂണിവേഴ്സിറ്റി വക്കീൽ പറയുന്ന കോടതി ചീത്ത കേട്ട് ഞാൻ മടുത്തു. ആരെങ്കിലും കൊണ്ട് കേസ് കൊടുക്കുമ്പോൾ എന്തുവാണ് നിങ്ങളുടെ സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്നത്, എന്തുവാണ് റൂൾസിൽ പറയുന്നത് ചോദിക്കുമ്പോൾ നമുക്ക് മിക്ക സ്റ്റാറ്റ്യൂട്ട് ഉണ്ടല്ല, വേറെ ഒന്നുമില്ല. എക്സാമിനേഷൻ മാനുവൽ എവിടെ ഇല്ല. അഫിലിയേഷൻ കൊടുക്കുന്ന മാനുവൽ എവിടെ, മിനിമം സ്റ്റാൻഡേർഡ് എവിടെ, ഒന്നുമില്ല. അപ്പൊ ഇലിഫിനായിട്ട് നിൽക്കേണ്ടി വരും. അദ്ദേഹം അവിടെ ഇലിഫിനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇവിടെ വൈസ് ചാൻസലറാണ് ഇലിഫിനായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അതാണ് ആദ്യം ചെയ്തത്. എന്തൊക്കെയാന്ന് നോക്കി, ഞാൻ ഡേറ്റ് ഇട്ട് പറയുന്നത് അങ്ങനെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്വാളിറ്റി അഷുറൻസ് കൗൺസിൽ, മാൽപ്രാക്ടീസ് ലാപ്സസ് എൻക്വയറി കമ്മിറ്റി, ഫസ്റ്റ് പ്ലാനിംഗ് കമ്മിറ്റി മീറ്റിംഗ്, ഫസ്റ്റ് സെനറ്റ് മീറ്റിംഗ്, കംപ്ലൈന്റ് സെൽ ഫോം, ഗസറ്റഡ് അക്കാഡമിക് ആൻഡ് പോസ്റ്റ് റെഗുലേഷൻ. അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. ഓക്കെ, ഞാൻ ഒരാളുടെ പേര് പറയത്തില്ലെന്ന് പറഞ്ഞെങ്കിലും ഒരാളുടെ പറഞ്ഞേ ഒക്കെ ഡോക്ടർ മംഗളം മാഡമാണ് ഇതിൻ്റെ കൂടെ നിന്ന് കംപ്ലീറ്റ് ഇത് ചെയ്ത് പാവം. അതുപോലൊരു കാര്യമാണ് എന്താ പറയുന്നത്, യൂണിവേഴ്സിറ്റി അക്കാഡമിക് കോഴ്സ് റെഗുലേഷൻസ് മുഴുവൻ അത് മാഡമാണ് ലീഡർഷിപ്പ് ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എത്തിക്കൽ കമ്മിറ്റി, റിസർച്ച് കൗൺസിൽ. The first meeting by അന്നത്തെ ഓണറബിൾ ഗവർണർ ജസ്റ്റിസ് സദാശിവം,
രണ്ടാമത്തെ ബ്രിങ്ങിങ് ക്വാളിറ്റി ഇൻ ടു ദ എക്സിസ്റ്റിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഇവിടെ ഒന്നുമില്ലെന്നല്ല, കാര്യങ്ങൾ ഒന്നായിട്ട് പോകുന്നുണ്ട്. എക്സാമിനേഷൻ നല്ലതായിട്ട് പോകുന്നുണ്ടായിരുന്നു. P.K. Sudhir was very critical person to do that. സാർ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാമിനേഷൻ സിസ്റ്റത്തിനെ പറ്റി ഒരു VC-ക്കും പേടി വേണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചു. ഓട്ടോമേഷൻ ഡീറ്റെയിൽ, ഓൺലൈൻ പ്രോസസ്സിംഗ് ഓഫ് സ്റ്റുഡൻറ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, നോംസ് ഫോർ എംപ്ലോയി മാനേജ്മെന്റ്, EPF ആൻഡ് പ്രൊമോഷൻ. നിങ്ങൾക്ക് EPF ഉണ്ടോ? ഇപ്പം ഉണ്ടോ ഇല്ലയോ? എംപ്ലോയീസ് EPF ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ പല യൂണിവേഴ്സിറ്റി പോയി നോക്കാം, എത്ര കൊല്ലം കഴിഞ്ഞാലും ഇതൊന്നും വരത്തില്ല. ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം. ആദ്യം തന്നെ EPF, കാരണം എംപ്ലോയീസിന്റെ ഇമ്പോർട്ടൻസ് ആണ്. അവർ സാറ്റിസ്ഫൈഡ് ആയാലേ ഒരു യൂണിവേഴ്സിറ്റി ഓടത്തുള്ളൂ. അതുപോലെ ഹൗസിംഗ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, അക്കാഡമിക് സ്റ്റാഫ് കോളേജ് വിത്ത് 3 schools, now 4 schools and centers. അത് പിന്നെ പറയാം. യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാൾ കമ്മീഷൻ, അതിൻ്റെ പടം കാണിക്കാം. റിക്രൂട്ട്മെന്റ് ഓഫ് ഏറ്റവും ഇമ്പോർട്ടന്റ് TSA, ഇത്രയും പേരെ കൊണ്ടുവരാൻ പറ്റും. ഇത്രയും പേരെ കിട്ടി. പറയാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ പറയാം, ഓറേഷനിൽ പറയാൻ പാടില്ലാത്തതാണ്, പക്ഷെ നിങ്ങൾ അറിയണം. ഇത്രയും നമുക്ക് കിട്ടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, മനസ്സിലായില്ലേ? ഇതും കൊണ്ട് ഞാൻ എബ്രഹാം സാർ എന്ന് ഫിനാൻസ് സെക്രട്ടറിയാണ്. സാറിൻ്റെ അടുക്ക പോയപ്പം ആദ്യം ഒരുപാട് പേരോട് ഇരിപ്പുണ്ട്. ഒരു VC-യോട് സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ ടഫായിട്ട് തന്നെ സംസാരിച്ചു. ഇത്രയും എഴുതിക്കൊണ്ടുവന്ന് ആര് തരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അതെ, എൻ്റെ ഒരു സ്ഥാനം കൗൺസിലർ ആയതുകൊണ്ട് എനിക്ക് ഒന്നും തോന്നത്തില്ല. മിണ്ടാതെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചോദിച്ചു, സാറേ ഇതേതോ പഴയ ഫയലാണ് സാറ് പറയുന്നത്, ഞങ്ങൾ ആകെപ്പാടെ 85 പോസ്റ്റ് എന്നൊക്കെ പോയി 500 ഒന്നും ചോദിച്ചിട്ടില്ല. ആണോ? അപ്പോൾ വിളിച്ചു നോക്കിയപ്പോൾ ശരിയാണ്. മനസ്സിലായി? അപ്പോൾ പുള്ളി ഇച്ചിരി എലിക്ഷനായല്ലോ. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റിയിരുന്നു, അതൊരു വൈസ് ചാൻസലറൊക്കെ പറയുമ്പോൾ. അപ്പോഴാണ് കൗൺസിലിംഗ് ടെക്നിക്ക് ഞാൻ ഉപയോഗിച്ചത്. ഞാൻ പറഞ്ഞു, സാറ് എന്നെ ഇത്ര ഇൻസൾട്ട് ചെയ്തതിന് ചെറിയ കുറ്റബോധം തോന്നുന്നില്ലേ? അങ്ങ് എഗ്രി ചെയ്തേക്കാം. കാരണം അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, എബ്രഹാം സാർ സമ്മതിക്കുകയാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, ഞാനെല്ലാം എഗ്രി ചെയ്യാം. ശരിയാ? ആരാണ്? തോമസ് ഐസക്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇത്രയും പോസ്റ്റ് കിട്ടിയത്. അപ്പം ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺസ് ആണ്. ഓക്കെ, റിവിഷൻ ഓഫ് സിലബൈ, അത് വളരെ ഇമ്പോർട്ടൻറ്റ്. കോളേജ് കോൺസ്റ്റിറ്റ്യൂട്ട്, എല്ലാ കോളേജും മാനേജ്മെന്റ് കൗൺസിൽ, PTA, സ്റ്റുഡൻറ് യൂണിയൻ, മോഡിഫൈഡ് വെബ്സൈറ്റ്, ഹോസ്റ്റൽ റെഗുലേഷൻ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മിനിമം സ്റ്റാൻഡേർഡ് ആൻഡ് റിക്വയർമെന്റ്, MSR. അതേപറ്റി ഡീറ്റെയിൽ ഇച്ചിരി വരുന്നുണ്ട്. നമ്മൾ എല്ലാ അക്കാഡമിക് കൗൺസിൽ, ബോർഡ് ഓഫ് സ്റ്റഡീസ്, ഫാക്കൾട്ടി ഇതെല്ലാം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റെഗുലർ കണ്ടക്ട് ഇതിൻ്റെ മീറ്റിംഗ് നടന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം. ഇവിടെ നോക്കേണ്ടത് 2 കാര്യങ്ങൾ. ഇനിയുള്ള മൂന്നാമത്തെ വിഷനാണ്. നമ്മൾ 2025 കഴിഞ്ഞു. 2025 ആ ഡോക്യുമെന്റ് ഇവിടെ ഇരിപ്പുണ്ട്. 2025 വരെ എന്ത് ചെയ്യണം? അപ്പം നമുക്കൊരു വിഷനുണ്ട്. പക്ഷെ വിഷനെ ഒരു പേപ്പറിലാക്കി കൊടുക്കണമെങ്കിൽ മാനേജ്മെന്റ് എക്സ്പേർട്ടിന്റെ ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ മാനേജ്മെന്റ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് കേരള യൂണിവേഴ്സിറ്റിയുടെ അതിൻ്റെ ചീഫിനെ കൊണ്ടുവന്നാണ് ഇതുണ്ടാക്കിയത്. 2025 എന്ത് ചെയ്യണം? അദ്ദേഹമാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി എഴുതി തന്നത്. അത് വളരെ ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺ ആണ്. ദെൻ ഇവിടെ ഏറ്റവും കൂടുതൽ സമഗ്രം എന്നൊരു പ്രോഗ്രാം. ഇത് ഏറ്റവും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് ഒരു കാര്യം ഇതാണ്. ബുധനാഴ്ച ക്യാബിനറ്റ് കൂടുന്നെങ്കിൽ ബുധനാഴ്ച ഇവിടുത്തെയും ക്യാബിനറ്റ് കൂടും. ഇവിടുത്തെ ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ VC, PVC, രജിസ്ട്രാർ, കൺട്രോളർ, ഡീൻസ്, ഫിനാൻസ് ഓഫീസർ ആൻഡ് ഡീൻസ്. അപ്പം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ 5 മണി വരെ ഞങ്ങൾ ഒന്നിച്ച് VC ഓഫീസിൽ ഇരിക്കുമ്പോൾ എന്ത് പ്രോബ്ലം പറയാം. അവിടെ ഹൈറാക്കി എന്നൊരു സിസ്റ്റം ഇല്ല, എന്തില്ല, ഒരു ഹൈറാക്കി ഇല്ല. എന്ത് അഭിപ്രായം തുറന്നു പറയാം. പക്ഷെ ഒരിക്കൽ നമ്മൾ തീരുമാനം എടുത്തത് രജിസ്ട്രാർ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊരു മാറ്റമില്ല. അപ്പോൾ ഒരു ഫയൽ എൻ്റെ മുമ്പിൽ വരുമ്പോൾ എന്തുണ്ടായിരിക്കും? ഇത് ഈ നമ്മൾ അന്ന് എടുത്ത തീരുമാനമാണെന്ന് അറിഞ്ഞാൽ മതി. അതിന് വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ കിട്ടി നോക്കിയാൽ മതി. മനസ്സിലായോ? അത് വളരെ ഇമ്പോർട്ടൻറ്റ്. അഡ്മിനിസ്ട്രേഷൻ ബിക്കം ഈസി. എവരിബഡി തിങ്സ് ദ സെയിം. അത് വലിയൊരു മെച്ചമായിട്ട് എടുത്തു. അതുപോലെ സമഗ്രത്തിൽ നമ്മൾ ക്വാളിറ്റി സർക്കിൾ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. അതായത് നമ്മളൊരു തീരുമാനം എടുക്കണമെങ്കിൽ ഏറ്റവും മുകളിലത്തെ ആളല്ല ചെയ്യേണ്ടത്. നമ്മുടെ ലൈറ്റ് കട്ട് ഓഫ് ആയാൽ
എന്താ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ആണോ വിളിക്കണ്ടേ? ആരെയാ വിളിക്കണ്ടേ? അവിടെ ഓഫീസേഴ്സ് അവിടെ നിന്ന് വിളിച്ചാൽ അവർ വന്ന് ചെയ്തു. അവർക്ക് അറിയത്തുള്ളൂ എന്തോ പ്രോബ്ലം, അല്ല മിനിസ്റ്റർക്ക് അറിയാം എന്തോ പ്രോബ്ലം. അപ്പൊ ഇതാണ് ക്വാളിറ്റി സർക്കിളിന്റെ പ്രിൻസിപ്പൽ. ജപ്പാനിൽ തുടങ്ങി അമേരിക്കയിൽ വന്ന് നമ്മൾ ചെയ്യുന്നത്. ഒരു സെക്ഷൻ ഓഫീസറുടെ കീഴിലുള്ള എല്ലാ അസിസ്റ്റന്റും ആഴ്ച ഒരിക്കൽ അരമണിക്കൂർ മതി, ജസ്റ്റ് ഹാഫ് ആൻ അവർ ഡിസ്കസ് വിത്ത്. അതൊരു റിലാക്സിങ് ആണ് തന്നെ. എന്തൊക്കെ പ്രോബ്ലം ഉണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം കാണായിരുന്നു, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അത് കഴിഞ്ഞ് അടുത്ത ഓരോ ലെവലിലും അത് ചെയ്യാൻ പറ്റും. MSR ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ടഫായിട്ട് ഉണ്ടാക്കുന്ന പ്രോസസ്സ്. കാരണം എത്ര കോഴ്സ് ഉണ്ട്? എത്ര ഉണ്ട് സാറേ ഇപ്പം? അറിയാം, എത്ര കോഴ്സ് ഉണ്ട് ഇപ്പം? 160+ കോഴ്സ് ഉണ്ട്. അപ്പൊ ഈ 165 കോടതി ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒരു MSR ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അത് ഹ്യൂജ്. അന്ന് 160 ആയിരിക്കത്തില്ല, ചിലപ്പോൾ 150 കാണത്തുള്ളായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? അവിടെ ഒരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിച്ചു, മാസ്റ്റർ MSR എന്ന് പറഞ്ഞാൽ. അതായത് എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് ആദ്യം ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അതിന്റെ കോപ്പി ബോർഡ് ഓഫ് സ്റ്റഡീസിന് കൊടുക്കും. ഇതുപോലെ കീപ്പ് ചെയ്യണം. പക്ഷെ നിങ്ങളുടെ സബ്ജക്റ്റിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ചുമന്ന മഷിയിൽ ആഡ് ചെയ്യുക. പുതുതായിട്ട് ഒന്നും എഴുതണ്ട, ഈ തന്നതിനകത്ത് ചെയ്യുക. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അത് ചെയ്യാനും സാധിച്ചത്. വളരെ വലിയ കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ആദ്യം BSc നഴ്സിംഗിൽ അവർ ചെയ്തു, അതിനെ വെച്ച് അഫിലിയേഷൻ സ്റ്റാറ്റ്യൂട്ട് പോലെ ഉണ്ടാക്കി, എന്നിട്ട് ഇൻഡിവിജ്വൽ MSR ഉണ്ടാക്കി. അക്കാഡമിക് അഡ്മിനിസ്ട്രേഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് പറയേണ്ടത് ഫാക്കൽറ്റി എൻറോൾമെന്റ് പ്രോഗ്രാം. ഇപ്പൊ 100% ഫാക്കൽറ്റിക്ക് ഒരു എന്തുണ്ട്, യുണീക്ക് ID നമ്പർ ഉണ്ട് അല്ലേ? അന്ന് ആദ്യം ഭയങ്കര ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര ഒബ്ജക്ഷൻ. ആര് ചെയ്തു പേര് പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നില്ല. ഞാൻ ഇവിടെ ഇല്ലാത്തവരുടെ മാത്രമേ പേര് പറഞ്ഞുള്ളൂ, ഇവിടെയുള്ളവരുടെ ആരും പേര് പറയത്തില്ല. അപ്പൊ എന്ത് ചെയ്തു? ആരും സമ്മതിക്കുന്നില്ല. അപ്പൊ ഡീൻ ഇൻചാർജ് ആയിട്ടുള്ള പറഞ്ഞു, സാറേ ആരും തരുന്നില്ല, പ്രശ്നമായി എന്ന് പറഞ്ഞു. നമ്മൾ പ്രശ്നം ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാനല്ല നമ്മൾ ഇരിക്കുന്നത്. എന്ത് ചെയ്യണം? തരുന്നവരുടെ നമ്മൾ എടുക്കുക. മനസ്സിലായോ? അലൈഡ് സയൻസും അവരുടെ നഴ്സിംഗും ഒക്കെയാണ് ആദ്യം തന്നെ. ഏറ്റവും അവസാനം തന്ന ഡോക്ടേഴ്സാണ്, പറയാതിരിക്കാൻ വയ്യ. ഒരു വിധത്തിൽ കിട്ടിയ. അപ്പൊ എന്നിട്ട് നമ്മൾ എന്തോ ചെയ്തു? എല്ലാവർക്കും ലെറ്റർ അയക്കും. ലെറ്റർ അയക്കുമ്പോൾ അവരെ കുറ്റപ്പെടുത്തി അയക്കും. ഒരിക്കൽ നമ്മൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ മറ്റേ ആൾ നമ്മളെ കേൾക്കത്തില്ല. നിങ്ങൾക്ക് എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല, ഒന്ന് അറിയിച്ചാൽ നമ്മൾ ഹെൽപ്പിന് ആളില്ല. മതിയല്ലോ. ഇപ്പൊ എനിക്ക് കമ്പ്യൂട്ടറും ചെയ്യാൻ അറിയത്തില്ലെന്ന് ആരെങ്കിലും പറയുമോ? അതിനു പകരം പതുക്കെ പതുക്കെ വിട്ടു തുടങ്ങി. അങ്ങനെയാണ് 100% ചെയ്യാൻ പറ്റിയത്. ഓക്കെ. അടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ നമ്മൾ അക്കാഡമിക് ബ്ലോക്ക് കംപ്ലീറ്റ് ആയില്ല, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അടുത്ത പടത്തിൽ കാണിക്കാതെ 4 സ്കൂള്. ഒന്ന് അക്കാഡമിക് ബ്ലോക്ക്, പിന്നെ സ്കൂൾ ഓഫ് റിസർച്ച് ഇൻ ആയുർവേദ. അതാണ് ഏറ്റവും ആദ്യം ഇനാഗുറേറ്റ് ചെയ്തത്. മോഹൻ സാറാണ് ഇനാഗുറേറ്റ് ചെയ്തത് അല്ലേ? ആയുർവേദ അതിന് മുമ്പായിരുന്നു. അല്ല, പക്ഷെ ഞാൻ പറഞ്ഞ സാറിന്റെ സമയത്താണ് ഇനാഗുറേറ്റ് ചെയ്തത്. സാറിന് വലിയൊരു ഭാഗ്യം ഉണ്ടായി. 4 സെന്റർ ഇനാഗുറേറ്റ്, 3 ചെയ്തുള്ളൂ, ഒന്നുകൂടെ കിടപ്പുണ്ട്. ഇനാഗുറേറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ഇനാഗുറേറ്റ് വെച്ചാൽ ആ കാലയളവിൽ ചെയ്യാൻ പറ്റിയ ഒന്നാമത്തെ ഇതാണ്. കംപ്ലീറ്റ് ആയുർവേദമാണ് ആദ്യം തന്നെ. ആയുർവേദം വളരെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അവിടെ ചെയ്ത ഏറ്റവും വലിയ കാര്യം ഒരുപാട് റിസർച്ച് മെത്തഡോളജി, ഈ സബ്ജക്റ്റ് വൈസ് സെമിനാർസ് ഒരുപാട് അവിടെ ചെയ്തിട്ടുണ്ട്. തൃപ്പൂണിത്തുറ ഞാൻ തന്നെ പോയിട്ടുണ്ട്. വളരെ ആക്റ്റീവ് ഒരു ഗ്രൂപ്പാണ് തൃപ്പൂണിത്തുറ. അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും വലിയൊരു കാര്യം ഇവിടെ കാണിക്കാൻ പറ്റിയില്ല, ബുക്ക് എൻ്റെ കയ്യിൽ ഫോട്ടോ കിട്ടിയില്ല. കേരളം ഉണ്ടായ സമയത്തുള്ള ആയുർവേദ റിസർച്ച് എല്ലാം കൂടെ കമ്പൈൽ ചെയ്ത്, ഓക്കെ, അത് ഒന്നിച്ച് ഇപ്പൊ അതുണ്ട്, ഡോക്യുമെന്റ് ഉണ്ട്. കേരളം ഉണ്ടായ സമയത്തൊട്ടുള്ള എല്ലാ ആയുർവേദ PG തീസിസ് കമ്പൈൽ ചെയ്ത് അത് ഒന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വലിയൊരു മുന്നേറ്റം നമുക്കതിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. സ്കൂൾ ഓഫ് ഹെൽത്ത് പോളിസി ഓഫ് പ്ലാനിങ് ട്രിവാൻഡ്രത്ത് ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഹെൽത്ത് പോളിസി എന്നുള്ളതിന് മാറി പബ്ലിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരികയാണ്. അവിടെ കോഴ്സ് നടക്കുന്നുണ്ട്. നമ്മൾ അവിടെ നടന്ന ക്ലിനിക്കൽ എപ്പിഡെമോളജി യൂണിറ്റ് കോഴ്സ് നമ്മൾ യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ആയിട്ട് ചെയ്തു. എൻ്റെ അറിവിൽ ഇപ്പോഴും യൂണിവേഴ്സിറ്റിക്ക് ഒരു കോഴ്സേ ഉള്ളൂ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നത്, അത് ക്ലിനിക്കൽ എപ്പിഡെമോളജിയാണ്. ഫാമിലി ഹെൽത്ത് സ്റ്റഡീസ് കോഴിക്കോട് അത് ആയില്ല, ഇപ്പോഴും ഇനാഗുറേറ്റ് ചെയ്തിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നു. പലരും പറഞ്ഞ് BCക്ക് ഒരു ക്വാർട്ടേഴ്സ് വേണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞു.
ഞാൻ പറഞ്ഞു വേണ്ട. PC-ക്ക് ക്വാർട്ടേഴ്സ് എപ്പോൾ വേണേൽ നമുക്ക് ഉണ്ടാക്കാം, അതാരും എതിര് പറയുന്നില്ല. ആ പൈസ എടുത്ത് സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, ഓക്കെ, ആദ്യമായിട്ട് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി. കാരണം അതിനു വേണ്ടി ചോദിക്കുമ്പോൾ അത്ര പെട്ടെന്ന് ആരും സമ്മതിക്കത്തില്ല. PC-ക്ക് യൂണിവേഴ്സിറ്റി PC-ക്ക് വേണമെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ എന്താ വാടകയ്ക്ക് എടുത്തതാണ് താമസിക്കാൻ കിട്ടിയ. അപ്പം അത് ഇവിടെ ഇരിക്കുന്ന എത്ര പേര് താമസിക്കുന്നുണ്ട് ക്വാർട്ടേഴ്സിൽ? കയ്യിൽ നോക്കി. കുറേ പേരുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ബിൽഡിങ്ങിന്റെ സ്റ്റാറ്റസ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ക്യാൻറ്റീൻ, കോഫി ഹൗസ് കണ്ടോ, പോകുന്നുണ്ടോ അവർ? നിങ്ങൾ ഇവിടുന്ന് മേളിൽ കൂടെ പോയാൽ നിങ്ങളുടെ ഹോള്, താഴെ കൂടെ ആണെങ്കിൽ പബ്ലിക്. പോയിട്ടുണ്ടോ? കോഫി ഹൗസിൽ പോകാറുണ്ടോ? ഓക്കെ. ഇതൊക്കെ വളരെ ചെറിയ കാര്യമായിട്ട് തോന്നും, പക്ഷേ ചെറുതല്ല. ഇതൊക്കെ ഒരുപാട് തിങ്കിങ് വന്നിട്ട് ചെയ്തതാണ്. ഇതാണ് നിങ്ങൾ ഇരിക്കുന്ന സെനറ്റ് ഹാൾ, പ്രൈഡ് ഓഫ് KUHS ആണോ? ഒരു സംശയമില്ല. പിന്നെ 8 സെന്റേഴ്സ് ഉണ്ടാക്കി. ആ ഓരോ സെന്ററിലും എന്താണ് കോഴ്സുകളും വന്നു. ഓക്കെ, ആ സെന്റർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സിമുലേഷൻ താഴെ അടുത്ത് ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. ഡിസബിലിറ്റി മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ കൗൺസിലിംഗ്, അത് തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കുന്നു. ബേസിക് സയൻസ് ആൻഡ് ബയോഎത്തിക്സ്, ഇന്റർ ഡിസ്പ്ലേ അലൈഡ് സയൻസ് ആൻഡ് ടെക്നോളജി, ഹെൽത്ത് ഓഫ് യങ് അഡൽട്സ്, ജെറന്റോളജിക്കൽ സ്റ്റഡീസ്, ഹിസ്റ്ററി ഓഫ് മെഡിസിൻ. ഓക്കെ, ആൻഡ് ഇതിനെ വെച്ചിട്ട് നമ്മളിവിടെ കുറച്ച് PGs-നെ ഇവിടെ ഹയർ ചെയ്തിരുന്നു. അവർ ഭാവിയിൽ PhD ചെയ്യാമെന്ന് പറഞ്ഞ് എൻ്റെ അറിവിൽ അതിനകത്ത് ഒരാൾ PhD, 1-2 പേര് PhD കംപ്ലീറ്റ് ചെയ്തിപ്പോൾ. അപ്പം അവരുണ്ടാക്കിയ ഡോക്യുമെൻ്റ് ആണ്, ഹ്യൂജ് ഡോക്യുമെന്റ്, വെരി അക്കാഡമിക്കലി ബ്രില്യൻറ്റ് ഡോക്യുമെന്റ്. നോക്ക്, ഓരോന്ന് വായിച്ചു നോക്കിയേ. എല്ലാ സബ്ജക്റ്റിനെ പറ്റിയുണ്ട്. സ്പേസ് ഇല്ലാത്തതുകൊണ്ട് 2 വിട്ടുകളഞ്ഞു, 6. ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ് വാസ് ദെയർ. അതാണ് തൊട്ട് താഴെയുള്ള ഫ്ലോറിലൊക്കെ ചെയ്തിരുന്നത്. അക്കാഡമിക് സിസ്റ്റത്തിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫാക്കൽറ്റി എൻറോൾമെന്റ് പറഞ്ഞു, ഫാക്കൽറ്റി അക്കാഡമിക് ക്രെഡിറ്റ് സിസ്റ്റം, ബെസ്റ്റ് ടീച്ചർ അവാർഡ്, ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പറയേണ്ട യൂണിവേഴ്സിറ്റി ആന്തം. ഇപ്പം നമ്മൾ ആദ്യം കേട്ടത് അത് വളരെ അതിനകത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ട്. അത് ആളിവിടെ ഇല്ലാത്തതുകൊണ്ട് പറയാം, ഇവിടെ ഉള്ളവരെ പറ്റി പറയത്തില്ല, വെളിയിലുള്ള ഇല്ലാത്തവരെ പറ്റിയേ പറയാം. ആന്തം ഉണ്ടായിക്കൊണ്ടെന്ന് വളരെ നന്നായിട്ട് നീണ്ടുപോയി. എല്ലാവരും കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കൊരു എക്സ്പേർട്ട് ഉണ്ട്, എന്ത് കൊണസ്റ്റ് ഉണ്ടെങ്കിലും കണ്ടുപിടിക്കുന്ന ഒരു എക്സ്പേർട്ട്, പേര് പറയുന്നില്ല, അദ്ദേഹം ഇവിടെ ഇല്ല. എന്തിനകത്തും കൊണസ്റ്റ് കണ്ടുപിടിക്കാൻ എക്സ്പേർട്ടാണ്. പുള്ളി കണ്ടിട്ട് പറഞ്ഞു, സാറേ ഇതിനകത്ത് ഒരു തെറ്റുണ്ട്. നമ്മൾ എന്ത് തെറ്റ്? എഴുതിയ റഫീഖ് അഹമ്മദ് എഴുതിയതിനകത്ത് തെറ്റ് വരാനാണ്, സംഭവമല്ല, നിനക്ക് എന്താ പെട്ട് തോന്നിയാണ്? അല്ല, തെറ്റുണ്ട്. എന്ത് വരുന്നു? ഓപ്പോസിറ്റ് മീനിങ് വന്നെഴുതി. അപ്പൊ അദ്ദേഹത്തിനെ പോയി കാണിക്കാൻ നമുക്കൊരു പ്രയാസം തോന്നി. പക്ഷെ പോയി കാണിച്ചപ്പോൾ വളരെ കാര്യമായിട്ട് 2 മിനിറ്റ് ഇങ്ങനെ കണ്ണടച്ചിരുന്നു പറഞ്ഞു, തെറ്റുപറ്റി, ഓപ്പോസിറ്റ് മീനിങ്. ഞാൻ നാളെ 24 hours-നകത്ത് കറക്റ്റ് ചെയ്ത് തരാം. അതാണ് നമ്മുടെ ആന്തം. ഓക്കെ, ആന്തം എന്തുവാന്ന് ചോദിച്ചാൽ, ഈ അഫിലിയേറ്റഡ് കോളേജിൽ നമുക്ക് അസ്തിത്വം ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ്? എന്ത് ഫംഗ്ഷൻ നടത്തിയാലും ആദ്യം യൂണിവേഴ്സിറ്റി ആന്തം. മറ്റു പലരും ചെയ്യുന്ന അവിടെ അഫിലിയേറ്റഡ് എന്നൊരു ബോർഡ് വെക്കും, ആരും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ എന്ത് ഫംഗ്ഷൻ, ആ കോളേജിൽ എന്ത് ഫംഗ്ഷൻ നടത്തിയാലും യൂണിവേഴ്സിറ്റി ആന്തം വേണം. ദാറ്റ് ഈസ് സേയിങ് ദാറ്റ് വി ആർ പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, ദെൻ ക്വാളിറ്റി അഷ്യൂറൻസ് സിസ്റ്റം, ക്വാസ് എന്ന് പറഞ്ഞു, അത് വളരെ ഇമ്പോർട്ടൻ്റ്. എപ്പോഴും കാണിക്കാം. നോക്കിയും ഓരോന്നും. ആദ്യത്തെ യുണീക്ക് ഐഡന്റിറ്റി, എനിക്ക് തോന്നുന്നു എനിക്ക് തരുന്നതാണെന്ന് തോന്നുന്നു. ആദ്യത്തെ മനോജ് സാറിന്റെ ഫോട്ടോ കാണാം അതിനകത്ത്, യുണീക്ക് ഐഡന്റിറ്റി. അക്കാഡമിക് മോണിറ്ററിംഗ് സെൽ എന്ന് വെച്ചാൽ എല്ലാ കോളേജിലും, അഫിലിയേറ്റഡ് കോളേജിലും അക്കാഡമിക് മോണിറ്റർ സെൽ ഉണ്ട്. ശരിക്കും ഓപ്പറേറ്റ് ചെയ്താൽ, പ്രിൻസിപ്പളിന് കമ്പ്യൂട്ടർ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ 3rd year BSc-ക്ക് ആര് ക്ലാസ് എടുക്കുന്നു അറിയണം. ചില കോളേജിൽ ഉണ്ട്, സിസ്റ്റം ഉണ്ട്, പ്രിൻസിപ്പൾ ടേക്ക് ഓഫ് ചെയ്തു. അതാണ് ശരിക്കുള്ള അക്കാഡമിക് മോണിറ്ററിംഗ്. എന്ത് നടക്കുന്നു എന്ന് അവിടെ അറിഞ്ഞിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലാസ്റ്റ് ആണ് ക്വാളിറ്റി അഷ്വറൻസ് സ്ട്രക്ചർ. ഇത് കുറേ നാൾ ഡിസ്കസ് ചെയ്തു ഒരിക്കലും എത്തിയില്ല. കാലിക്കട്ടിൽ നിന്ന് വളരെ വലിയ എക്സ്പേർട്ടൊക്കെ വന്ന് ചെയ്തു. ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ നീണ്ടു പോയാൽ ഗണപതി കല്യാണം പോലെ ആവും, വേണ്ട, അടുത്ത ഞായറാഴ്ച നമുക്കിരിക്കാം, 8 മണി മുതൽ രാത്രി 8 മണി വരെ. പക്ഷെ 8 മണിയൊന്നും ആയില്ല, 6 മണിയാവുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. കാരണം എല്ലാം ഉണ്ട്, ഒന്ന് എഗ്രി എന്ന് പറഞ്ഞു പോകണം. ഇന്ന് യൂണിവേഴ്സിറ്റികളുടെ ഏതിനെക്കാട്ടും മികച്ചതാണിത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു അഫിലിയേഷന് വേണ്ടി പോകുമ്പോൾ നമ്മൾ പോയി ഇൻസ്പെക്ട് ചെയ്ത് അവരെന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടും അവിടെ. അപ്പം ഇൻസ്പെക്ടർക്കും വിഷമമാണ്,
അവിടെ കാണിക്കുന്ന സാധനം ഇല്ല, കള്ളമാണെന്നൊക്കെ പറയാൻ പ്രയാസമാണ്. അത് നമ്മുടെ ഫാക്കൽറ്റിയെ ബുദ്ധിമുട്ടാണ്. ഇതിനുള്ള ഗുണം എന്താണ്? അവരെടുത്തോണം നിങ്ങളുടെ സൗകര്യത്തിന്. അപ്പൊ ഇതിനകത്ത് എല്ലാം ഉണ്ട്. അഫിലിയേഷന് വേണ്ട കാര്യങ്ങളെല്ലാം ക്വാളിറ്റീസ് NABH ഒക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ പേജ് കണക്കിന് അറിയാവുന്നത് കംപ്രൈസ് ആയിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് ഗുഡ് വൺ. അക്കാഡമിക് സിസ്റ്റത്തിലെ അക്കാഡമിക് ക്രെഡിറ്റ് സിസ്റ്റം, ബെസ്റ്റ് ടീച്ചർ അവാർഡ്, ക്വാളിറ്റി അഷുറൻസ് ഞാൻ കൂടെ പറയുന്നില്ല, സമയം എടുക്കുന്നു, സോറി, ഞാൻ പുറമോട്ട് പോയാൽ. റിസർച്ച് മെത്തഡോളജിയിൽ നമ്മൾ ഒരുപാട് ട്രെയിനിങ്, എല്ലാ കോഴ്സിലും ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് ഇവിടെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എല്ലാ ഫാക്കൽറ്റിയും വരുമായിരുന്നു ഇവിടെ. അപ്പോൾ ഈ ഹാൾ ഇനാഗുറേറ്റ് ചെയ്തപ്പോൾ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞു ഇത്രയും കാശ് മുടക്കുന്ന വേസ്റ്റ് അല്ലേ എന്ന് പലരും എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ പറ, ഐ വിൽ ലിസൺ ടു യു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവിടെ റൂം അവൈലബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു. അത്രമാത്രം അക്കാഡമിക് ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം PhD 2019 PhD എൻട്രൻസ് 407 പേര്. യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പോൾ 16-17 പേരെ ഉള്ളായിരുന്നു PhD. ഇത്ര പെട്ടെന്ന് ജമ്പിങ് വന്നു. ഇപ്പോൾ അതിനെക്കാട്ടിലൊക്കെ പോയിട്ടുണ്ട്, മേളിൽ ഒരുപാട് പോയിട്ടുണ്ട്. ഒന്നിൽ നിന്നേ അടുത്ത ആവത്തുള്ളൂ, മനസ്സിലായില്ലേ? അതിൽ നിന്നേ അടുത്ത ആവത്തുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നും വെളിയിൽ കാണിക്കാൻ പറ്റിയ ഒരു സാധനമാണ് നമ്മുടെ സിമുലേഷൻ ലാബ്. പോയിട്ടുണ്ടോ? താഴത്തെ സിമുലേഷൻ ലാബിൽ പോയിട്ടുണ്ടോ? അത് ഓപ്പറേറ്റ് ചെയ്ത കുട്ടി ഇപ്പോൾ PhD അവാർഡ് ചെയ്തു, ഇല്ല സാറേ? PhD അവാർഡ് ഇല്ലേ? കൊണ്ടിരിക്കുന്നു. ആയി എൻ്റെ ഫൈനൽ പ്രസൻറ്റേഷൻ വരെയായി. ഷെയറാണ് വെരി ഗുഡ് ജോബ്. ഓക്കെ, അപ്പം നമുക്കൊരു സിമുലേഷൻ ലാബ്. കാരണം നേഴ്സസിൽ മാത്രമേ ഉള്ളൂ ഈ സിമുലേഷൻ ലാബ് എന്നൊക്കെ കാണിച്ചത്. ബാക്കി ആരും അത്ര സീരിയസ് ആയി എടുക്കുന്നില്ല. പക്ഷേ ഇത് എല്ലാവർക്കും എടുക്കാൻ പറ്റും. സ്റ്റുഡൻറ് സപ്പോർട്ട് സിസ്റ്റം, ഓണറബിൾ വൈസ് ചാൻസലർ അതിനെപ്പറ്റി പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ടീച്ചറാണെങ്കിൽ നമ്മൾ പേരൻറ്റുമാണ്. എന്താണ്? ടീച്ചറാണെങ്കിൽ നമ്മൾ പേരൻറ്റുമാണ്. ടീച്ചറായിട്ട് വഴക്ക് പറയാൻ ഒക്കെ ചെയ്യാം, പക്ഷേ അതപ്പം കുത്തിക്കോണം. പരീക്ഷയ്ക്ക് ഇവനല്ലേ എന്നെ ചൊറിഞ്ഞെന്നും പറഞ്ഞ് നോക്കരുത്. അത് ചെയ്താൽ പാപം. ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടുള്ള ഒരു വാക്ക് മാത്രമേ വൈറലാവുക എന്ന് പറയുന്നില്ല, ആയിട്ടുള്ളൂ. അത് ഇന്ത്യ മുഴുവൻ വൈറലാവും. അത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പറഞ്ഞതാണ്. എന്താണ്? നമ്മൾ ഇത് ചെയ്യുമ്പോൾ, ഇന്റേണൽ അസസ്മെന്റ് കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ഫോട്ടോ വെക്കണ്ട, മക്കളുടെ ഫോട്ടോ മുമ്പിൽ വെച്ചാൽ മതി. നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് 7 തലമുറ നിങ്ങളുടെ മക്കൾ അനുഭവിക്കും. ആരോപം സാറേ എങ്ങനെ പ്രാകാതെന്ന്. ഞാൻ പ്രാകും. കാരണം നമ്മുടെ കുട്ടികൾ പോകുമ്പോഴേ നമ്മൾ മനസ്സിലാകത്തുള്ളൂ എന്താ ബുദ്ധിമുട്ടെന്ന്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ വീട്ടിൽ ഇരുന്ന് ചെയ്യും. എൻ്റെ മക്കൾക്ക് പരീക്ഷ ഉള്ളപ്പോൾ ഞാൻ വീട്ടിൽ ഇരുന്ന് അവധി എടുത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവന് എനിക്ക് ഈ സബ്ജക്റ്റ് ഭയങ്കര പ്രയാസമാണെന്ന് വൈവ പോകുമെന്ന് പറഞ്ഞു ഇരിക്കുമ്പോൾ അച്ഛനായിക്കൊണ്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം എന്താണ് ഒരു പേരന്റിന്റെ പറയുന്നത്. അവൻ അതെല്ലാം കഴിഞ്ഞ് നല്ല മാർക്ക് പാസ്സാവും, പക്ഷെ അവന്റെ വെപ്രാളമാണ്, ഭയങ്കര വെപ്രാളം. അപ്പൊ ഇതൊക്കെ എല്ലാ പേരൻസിനും ഉണ്ടാണ്. അതുകൊണ്ട് അരമാർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞോ? ഇല്ല. പക്ഷെ ചെയ്യുന്ന നേരം നിറയാണെന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ബൈലോസ്, ബോർഡ് ഓഫ് അഡ്ജുഡിക്കേഷൻ ഫോർ സ്റ്റുഡൻറ് ഗ്രീവൻസസ്, ഇതാണ് ഇത്. നമ്മുടെ 258 കോളേജ്, അന്ന് 326 ആയിരുന്നു. അതിനകത്ത് 258 കോളേജിൽ 424 ഫാക്കൽറ്റിയെ ട്രെയിൻ ചെയ്തു. ഒരു വർഷം ആവറേജ് 1000 കുട്ടികളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ അന്ന് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ മാസം ഓരോ ഡിസ്ട്രിക്റ്റ് പോവും. അവിടെയുള്ള എല്ലാ ഫാക്കൽറ്റി അവരുടെ പ്രോബ്ലം ഒന്ന് പ്രസന്റ് ചെയ്യും. വെളിയിൽ നിന്നുള്ള ഒരു ഹരികുമാർ എന്ന് പറഞ്ഞ വീഴ്ചയുടെ ക്ലാസ്മേറ്റ് ആണോ ഹരികുമാർ? അല്ലേ? അദ്ദേഹം വളരെ നല്ല എക്സ്പേർട്ടാണ്. പുള്ളിയാണ് കൂടെ വന്ന് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോളിസ്റ്റിക് സ്റ്റുഡൻറ് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ഡോക്യുമെന്റ് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി സ്റ്റാഫ് റിക്രിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ഡിസേബിൾഡ് സ്റ്റാഫ് ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയാം, ആരാന്നിപ്പോൾ എനിക്ക് ഓർക്കുന്നില്ല, ഉണ്ട കാര്യമാണ്. ഇത് സ്റ്റുഡൻറ് യൂണിയൻ ആക്ടിവിറ്റീസ്. ഞാൻ ഒരു കാര്യം പറയാം. സ്റ്റുഡൻറ് യൂണിയൻ കാര്യങ്ങൾക്ക് നിയമമൊക്കെ ഉണ്ടെങ്കിലും പൈസ ചെലവാക്കുന്നതിലൊരു പിടുത്തമില്ലായിരുന്നു. അത് കൊണ്ടുവരുമ്പോൾ നമ്മൾ അവരെ ചൊറിഞ്ഞല്ല കൊണ്ടുവരുന്നത്, സ്നേഹമായിട്ട്. ആദ്യം ഓഡിറ്ററെ കൊണ്ട് എന്തൊക്കെയാ കുഴപ്പമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നാളെ നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം വരാം, ഇത് വല്ലതും പോയാൽ നാളെ എന്ത് പ്രോബ്ലം, മക്കളെ ഇത്രയൊക്കെ ചെയ്തിട്ട് വെറുതെ ഇതുണ്ടാക്കണമെന്നുള്ള ആ ലൈനേ എടുക്കാവൂ. അല്ലാതെ കുട്ടികളെ കുറ്റം പറഞ്ഞാൽ അവർ മൂപ്പിക്കും, അത് വേണ്ട.
slowly we were able to make it system okay. പൈസ നമ്മൾ എത്ര രൂപ ചിലവാക്കുന്നറിയാം ഒരു വർഷം? സ്റ്റുഡൻറ് യൂണിയൻ സാറാണ് ഒത്തിനാൾ സ്റ്റുഡൻ്റ് ആയിരുന്നു, 80 ലക്ഷം വരെ ചിലവാക്കുന്നുണ്ട്. അത് നല്ല എമൗണ്ട് അല്ലേ? അത് വൃത്തിയായിട്ട് ചിലവാക്കണോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ആക്ടിവിറ്റീസ് വെളിയിൽ അവർ ചെയ്യുന്നുണ്ടല്ലോ കലാലയം. ഇനിയും നമ്മുടെ യൂണിവേഴ്സിറ്റി എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മുടെ കുട്ടികൾ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ ഔട്ട്റീച്ച് പ്രോഗ്രാം, ആദരം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ബേസിക് ലൈഫ് സപ്പോർട്ട്, നാഷണൽ സർവീസ് സ്കീം, ഫ്ലഡ് റിലീഫ്. ആദ്യമായിട്ട് സ്റ്റുഡൻസ് ഇറങ്ങി തിരിച്ച് ഫ്ലഡ് റിലീഫ് ടൈമിലാണ്. ഫിനാൻസിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ KUHS ന്യൂസ് ഉണ്ടായിരുന്നു. അന്ന് ഫ്ലോപ്പായ ഒരു കാര്യം നമ്മുടെ ഹെൽത്ത് സയൻസ് ജേർണലാണ്. അത് 4-5 ഇഷ്യൂ വന്നെങ്കിൽ അതിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല. ഓണറബിൾ വൈസ് ചാൻസലർ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഹി ഹാസ് ഫൗണ്ട് എ മെത്തേഡ് ഫോർ ദാറ്റ്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പോർട്ടലിനകത്ത് കയറി ചെയ്യാമെന്നുള്ള ലൈൻ വന്നു. സ്റ്റുഡൻസിന് വേണ്ടി ഒരു ജേർണൽ ഉണ്ടാക്കി, പക്ഷെ അതും ഓടിയില്ല. ആദ്യമായിട്ട് ഈ യൂണിവേഴ്സിറ്റി ഒരു ഓണററി ഡോക്ടറേറ്റ് DSc കൊടുത്തത് ഡോക്ടർ പോൾ റസൽ ആണ്. മൾട്ടിപ്പിൾ പ്രോഗ്രാമിന്റെ ഫാക്കൽറ്റി. അത് കഴിഞ്ഞ് 3-4 പേർക്കൂടെ കൊടുത്തു. വേ ഫോർവേഡ്, ഇത് ഏറ്റവും അവസാനം പെട്ടണോ ഇടയ്ക്കിടണോ എന്ന് ഞാൻ വിചാരിച്ചു. ഇതാണ് വേ ഫോർവേഡ്. കാരണം ഈ വേ ഫോർവേഡ് വെച്ചാണ് അടുത്ത 5 കൊല്ലം നമ്മൾ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നത്. എന്താണ്? ഇന്റർനാഷണൽ റേറ്റിംഗ് ഫോർ KUHS. വേണോ വേണ്ടായോ? വേണോ വേണ്ടായോ? പറ. വേണം. രണ്ടാമത്തെ, സ്റ്റുഡൻസ് ആസ് ഏജന്റ്സ് ഓഫ് ചേഞ്ച്. ഇവിടെ എന്തായി കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കോളേജിലെ കുട്ടികൾ അവർ ഇന്ത്യ മുഴുവനുള്ള 10-12 ഏറ്റവും റിമോട്ടസ് ബീഹാറിലും ഒക്കെ പോയി അവിടുത്തെ ജീവിതം പഠിച്ച് അവരെ ഞാൻ എവിടെയോ അത് കേട്ടു. ഞാൻ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്തപ്പോഴാണ് കുട്ടികൾ മനസ്സിലാക്കി നമ്മളൊക്കെ എന്തുമാത്രം സൂചിച്ച് ജീവിക്കുന്നു. എന്നിട്ടും നമ്മൾ കുറ്റം പറയും, യൂണിവേഴ്സിറ്റിയെ കുറ്റം പറയും, പേരൻസിനെ കുറ്റം പറയും, അധ്യാപകരെ കുറ്റം. ഇതൊന്നുമില്ലാത്ത മനുഷ്യൻ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ടെന്നുള്ളൊരു റിയലൈസേഷൻ. അങ്ങനെയാണ് അവർ പെരിഫറിയിൽ, പക്ഷെ അവർ പോയി നന്നായിട്ട് അത് വർക്ക് ചെയ്തെന്ന് പറയുന്നത്. ഇനി 3rd 5 ഇയറിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ആവുന്നതാണ്. ദൈവത്തിന് അത് അറിയാവുന്നതുകൊണ്ടാണ് ഗോൾഡൻ പീരീഡ് നീട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ 3 കൊല്ലത്തേക്കെങ്കിലും നീണ്ടുപോകും. ഗുഡ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ 2 ടേം പോലാണ് 4+4 8. അപ്പൊ 8 കൊല്ലത്തിനകത്ത് ഒരുപാട് ചേഞ്ചസ് സാറ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നോക്കിയാൽ എന്തുവാണ് ആ പരീക്ഷാ ഭവൻ, വിജ്ഞാൻ ഭവൻ, സംസ്കൃതി ഭവൻ, ഇതെല്ലാം സംസ്കൃതി മാത്രം ആയിട്ടില്ല, ബാക്കി 2 ഇനാഗുറേറ്റ് ചെയ്തു. അക്കാഡമിക് സ്റ്റാഫ് കോളേജ് നന്നായിട്ട് അപ്പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റി കോൺവക്കേഷൻ ഫോർ ഓൾ ഗ്രാജുവേറ്റ്സ്, കുറച്ച് പേർക്കല്ല എല്ലാവർക്കും ചെയ്യാം. അതാണ് അൾട്ടിമേറ്റ് എയിം, പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എക്സിസ്റ്റിംഗ് സിമുലേഷൻ ലാബ് ടു ബി മെയ്ഡ് ഫങ്ഷണൽ ആൻഡ് എലിവേറ്റഡ് ആസ് സെന്റർ ഓഫ് എക്സലൻസ്. അതിലേക്കുള്ള വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആര് നടത്തുന്നു? ആരാ നടത്തുന്നത്? നിങ്ങൾ നടത്തുന്നു അല്ല. നോക്കിയേ, പരീക്ഷാ വിജ്ഞാൻ ഭവൻ, സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത്, നമ്മൾ പറഞ്ഞാണിത്. സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസ് കോഴിക്കോട്, അത് മാത്രമേ ഉള്ളൂ ഇനാഗുറേറ്റ് ചെയ്യാത്ത. അത് January 26 ഇനാഗുറേറ്റ് ചെയ്യാനുള്ള പ്ലാനുണ്ട്. തീമാറ്റിക് ഹെർബൽ ഗാർഡൻ ആൻഡ് സോളാർ പ്രോജക്ട് phase 2. നോക്കിയേ, വിജ്ഞാൻ ഭവൻ ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, ഇംപ്രസീവ് ആണോ? ആണ്. ഇത് സോളാർ പാനൽ. ഇത്രയും വെയിൽ കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് അതിനകത്തുനിന്ന് ഇച്ചിരി ഇലക്ട്രിസിറ്റി എങ്കിലും വന്നോട്ടെ എന്നുള്ള ഐഡിയ. ഇവിടെയാണ് ഏറ്റവും ഈ യൂണിവേഴ്സിറ്റി മികവ് കാണിച്ചത് കോവിഡ് പീരീഡിലാണ്. അതിന് ഓണറബിൾ വൈസ് ചാൻസലർക്ക് ഒരു നല്ല കൈയ്യടി കൊടുക്കണം. ചെറിയ കാര്യമല്ല. കാരണം ഞാൻ അദ്ദേഹത്തെ പറ്റി എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഹീസ് എ പ്രോബ്ലം സോൾവറാണ്. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലേ പുള്ളിക്ക് ഒരു ഉഷാറ് വരുത്തുള്ളൂ. ശരിയാണോ സാറേ? കാരണം അതിനു മുമ്പ് ഞാനിരുന്ന സമയത്ത് എവിടെ പ്രോബ്ലം ഉണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തിനെ പറഞ്ഞു വിടും, പോയി സോൾവ് ചെയ്യും. എനിക്കറിയാം, കോൺഫിഡൻ്റ് ആണ്, ഹി വിൽ സോൾവ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ദൈവം നല്ലൊരു പ്രോബ്ലം ഇട്ടുകൊടുത്തു. എന്തുവാണ്? കോവിഡ് ഇട്ടുകൊടുത്തു. നോക്കിക്കേ, എല്ലാവരും മാസ്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന കണ്ടോ? നമ്മൾ നന്നായിട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ ഏത് യൂണിവേഴ്സിറ്റിയെക്കാട്ടും നമ്മൾ നന്നായിട്ട് ചെയ്തു. കാരണം നമ്മുടെ അക്കാഡമിക് മുടങ്ങിയില്ല. കാരണം മറ്റു യൂണിവേഴ്സിറ്റി അക്കാഡമിക് മുടങ്ങിയാലും അവസാനം 3 ആഴ്ച പഠിച്ച് പാസ്സാവാം. ഈ നമ്മുടെ മെഡിക്കൽ കോഴ്സിനൊന്നും അത് പറ്റത്തില്ല. കിട്ടിയോ? അതുകൊണ്ട് ഓൺലൈൻ ആണെങ്കിൽ പോലും അക്കാഡമിക് മുടങ്ങിയില്ല. പ്രാക്ടിക്കൽ വാസ് ഡിഫിക്കൽട്ട്, അതും മാനേജ് ചെയ്തു.
എക്സാമിനേഷൻ ഒന്നും ഡിലേ വന്നിട്ടില്ല. സാമാന്യം വലിയ ഡിലേ ഇല്ലാതെ എല്ലാ എക്സാമിനേഷനും കൊടുക്കാൻ പറ്റി. ഡീസെൻട്രലൈസ് ഇവാലുവേഷൻ കൊണ്ടുവന്നു. അതിനു മുമ്പ് നമ്മൾ 30,000 പേർക്ക് മാത്രമേ ചെയ്തുള്ളൂ ഈ ഇവാലുവേഷൻ, ഓൺലൈൻ ഇവാലുവേഷൻ. അവിടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഈ കട്ട് ചെയ്യണം, എക്സാമിനേഷൻ പേപ്പർ കട്ട് ചെയ്ത് വേണമെന്ന് പറഞ്ഞു. കട്ട് ചെയ്യുന്ന വാക്ക് കേട്ടപ്പോൾ ഞാൻ എഗ്രി ചെയ്തില്ല, ഐ മീൻ ലൈക്ക്. പക്ഷെ കോവിഡ് വന്നപ്പോൾ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വേറെ യാതൊരു മാർഗവുമില്ല. സോ വി സ്റ്റാർട്ടഡ് ആൻഡ് ഇപ്പോൾ പെർഫെക്റ്റ്ലി 100% ഓൺലൈൻ ഇവാലുവേഷൻ ആണ് അല്ലേ? ഓൺലൈൻ വെരി ഗുഡ്. അപ്പോൾ അതൊരു വലിയ അച്ചീവ്മെന്റ്, ചെറിയ കാര്യമല്ല. 370-80 കോളേജ് ഉള്ളത് ചെറിയ കാര്യമല്ല. റിമോട്ട് ഓപ്പറേഷൻ, ഓഫീസ് സൂട്ട് ട്രിവാൻഡ്രത്തിരുന്നുകൊണ്ട് ഹി ക്യാൻ ഡു ദ അഡ്മിനിസ്ട്രേഷൻ ഇല്ലേ? ഞാനുള്ള സമയത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഐ വാസ് നോട്ട് കോൺഫിഡൻറ്റ് ടു ഡു ദാറ്റ്. കാരണം എന്താണെന്നറിയോ? അതിൻ്റെ കാരണം ഞാൻ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കസേരയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ബിസി ആകുന്നു. എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ എല്ലാം ഒരാളൊന്നാണേലും ആ മനസ്സിൻ്റെ ഫീലിംഗ് വ്യത്യാസമാണ്. അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ അത് നിവർത്തിയില്ല. കാരണം അങ്ങനെ ചെയ്തേ ഒക്കത്തുള്ളൂ. സോ വി ആർ ഡൂയിങ് എവരിതിങ്. ഓക്കെ, ഇൻക്ലൂഡിങ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഞാൻ കണ്ടു സാർ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇത് കൈകൊണ്ട് ഒപ്പിടുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചടിച്ചത് ഒപ്പിടുന്ന കണ്ടു. ലക്ഷക്കണക്കിനുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? കൈകൊണ്ട് ഒപ്പിടാൻ പറ്റുമോ? അതിനകത്ത് ടെക്നിക്കൽ പക്ഷേ ആളുണ്ട്, എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് ചെയ്യുന്നത്. വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. വർക്ക് ഫോഴ്സ് മൊബിലൈസേഷൻ, നമ്മുടെ കുട്ടികൾ ആരോഗ്യ സേന എന്ന് പറഞ്ഞ കുട്ടികളെ അതിനകത്ത് സാർ ഉപയോഗിച്ചു. അക്കാഡമിക് ഗ്രോത്തിനകത്ത് കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ, ഗവൺമെന്റിന്റെ ഈ ഹെൽത്ത് റിലേറ്റഡ് പാംഫ്ലെറ്റെല്ലാം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഒരു പുതിയ 33,000 പുതിയ സീറ്റ് നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടാക്കാൻ പറ്റി. റിസർച്ച് എക്കോസിസ്റ്റം, ഇത് വളരെ വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ പറയും. സാറിന്റെ കാലത്തെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ്. എന്താണ്? 100 റിസർച്ച് സെന്റർ, ഇപ്പം പിന്നെയും കൂടി കാണും. 600 ഗൈഡ്സിനെ ഒഫീഷ്യലായിട്ട് നമുക്കുണ്ട്. അപ്പം ആർക്ക് PhD ചെയ്യണമെന്ന് വെച്ചാലും ഇന്നാരുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റും. സ്കോളർഷിപ്പിന്റെ കാര്യം സാർ നേരത്തെ പറഞ്ഞു. 1000 പേർക്ക് 10,000 രൂപ. ആൻസർ ബുക്ക് ഡിജിറ്റൽ ആൻഡ് കോൺവെക്കേഷൻ മൈൽ സ്റ്റോൺസ് 1,82,000 UGസിനെ 25 വരെ കോൺവെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പം അത് 2 ലക്ഷത്തിൽ കൂടെ ആയി കാണും. സോ ഇറ്റ്സ് എ ഹ്യൂജ് സ്റ്റം. ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിലയില്ലെങ്കിലും, കാരണം ഇപ്പം നമ്മൾ കോടിയിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് ലക്ഷം എന്ന് കേൾക്കുമ്പോൾ വിലയില്ലെങ്കിലും ഇത് ചെറിയ നമ്പറൊന്നും അല്ല കോൺവെക്കേറ്റ് ചെയ്യാൻ. ഓക്കെ, 7th കോൺവെക്കേഷൻ പുതിയ അന്നത്തെ ഗവർണർ അദ്ദേഹം വന്ന എന്തോ അതിനകത്ത് എന്തോ കാണുന്ന ഇതിനകത്ത് പുതുമ എന്തോ അതിനകത്ത് കേരള സ്റ്റൈൽ, ആദ്യമായിട്ട് കേരള സ്റ്റൈൽ. അതിനു മുമ്പ് നമ്മൾ 7 കോഴ്സ് ഉണ്ടല്ലോ, ഈ ഇവിടുത്തെ 7 സെന്റേഴ്സിന്റെ കോഴ്സ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു കോൺവെക്കേഷന് കേരള സ്റ്റൈൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അന്ന് എൻ്റെ കൂടെ ഉള്ളവരാരും സമ്മതിച്ചില്ല. വേണ്ട സാറേ, വലിയ ക്രിറ്റിസിസം വരും, അത് വരും എന്നൊക്കെ പറഞ്ഞു. ഒരു എന്നെക്കാട്ടും ഗർസമുള്ള VC ആയതുകൊണ്ട് പുള്ളി അത് ചെയ്തിരിക്കും. ഇതേ ചെയ്തു. എനിക്കൊരു കുഴപ്പമുണ്ടാവും. എല്ലാവരും ഒപ്പോസ് ചെയ്താൽ ഞാൻ പതുക്കെ അങ്ങ് വിഡ്രോ ചെയ്യും. കാരണം വേണ്ട, കാരണം അത് സമയമായില്ല. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. കാരണം അങ്ങനെയൊന്നും അല്ല. ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഞാൻ പറയണ്ട, അറിയാമല്ലോ, ചെയ്യണമെന്ന് വിചാരിച്ചാൽ ചെയ്തിരിക്കും. അപ്പം നല്ല ഭംഗിയായിട്ട് നല്ല. പക്ഷെ വളരെ അപ്രീഷിയേറ്റ്. ഇൻഫാക്ട് ഗവർണർ സാബ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഈ എൻജോയ്ഡ് ഇറ്റ് സോ മച്ച്. എനിക്ക് വളരെ ക്ലോസ് കോണ്ടാക്ട്, ഞാൻ പോകുന്ന സമയത്ത് 1 മാസം മുമ്പ് വന്നെങ്കിലും അദ്ദേഹമായിട്ട് വളരെ ക്ലോസ് കോണ്ടാക്ട് ഉണ്ട്. എൻ്റെ കൊച്ചുമോളെ വലിയ ഇഷ്ടമാണ്, തോളത്തെടുത്തോണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇപ്പോൾ ബീഹാറിൽ നിന്ന് വന്നപ്പോഴും എന്നെ വിളിച്ചിരുന്ന് കാണാമെന്നും പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് പറഞ്ഞാണ് മോഹൻ സാറിനെ പറ്റി ഭയങ്കര ഒപ്പീനിയൻ. അപ്പം പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു പുതുമയാണ്. കേരളത്തിന് അതിൻ്റെതായ, എന്തിന് നമ്മൾ ബ്രിട്ടീഷുകാർ ചെയ്ത ആ കറുത്ത തുണിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ക്വാളിറ്റി അക്രഡിറ്റേഷൻ 34 അഫിലിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് were awarded QAS. ചെറിയ കാര്യമല്ല. ഇൻസ്പെക്ഷൻ നടത്തി എല്ലാം ചെയ്ത് 34 എന്നുള്ള ഇനിയും മച്ച് കൂടേണ്ടി വരും. ലോഞ്ച് March 24. എന്താണ്? സ്കൂൾ ഓഫ് ട്രാൻസ്ലേഷൻ ഹെൽത്ത് സയൻസസ്. ഇതാണ് ഫ്യൂച്ചർ, നമ്മുടെ ഫ്യൂച്ചർ. അത് ഫുൾ ആയില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നു. പക്ഷേ അതാണ് സാറിൻ്റെ കാലത്തെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്ന ഈ പുതിയ സ്കൂളായിരിക്കും. കാരണം അതാണ് അതിൻ്റെ ഫ്യൂച്ചർ. കിട്ടിയ? അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ സാറിനെ പുകഴ്ത്താനല്ല, എനിക്കിനി ഒന്നും കിട്ടാനില്ല സാറിനെ പുകഴ്ത്തിയോണ്ട്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന അസിസ്റ്റൻസ് തോന്നണം അതിന് എന്താണ്. സാറിന് ഇങ്ങനെ വന്ന് പറയാനൊക്കത്തില്ല, വെളിയിൽ നിന്ന് ഒരാൾക്കേ പറയാനൊക്കത്തുള്ളൂ. നമ്മളിതൊക്കെ ചെയ്യുന്നത് ഇതൊരു നമ്മുടെ മുമ്പ് വരുമ്പോൾ ഒരു കടലാസോ ഇത് ഇഷ്യൂ അല്ല. ദർ ഈസ് സംതിങ് ബിഹൈൻഡ് ഓൾ ദിസ്. അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ട് കാണണമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്.
ഇനി നിങ്ങൾക്ക് ഒരു ഇത് നടത്തിയിരുന്നു, എന്താണ് കോഴ്സ് നടത്തിയിരുന്നു അഡ്മിനിസ്ട്രേഷനിൽ. എത്ര പേര് പാസ്സായിട്ടുണ്ട്? കൈപൊക്കിക്ക്, കൈപൊക്ക. ആ, കുറെ പേരൊക്കെ പാസ്സായിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷനിൽ കോഴ്സ് നടത്തിയിരുന്നു. അത് വളരെ നല്ലതാണ്. ഇതിനെ ബേസ് ചെയ്ത് കേരള യൂണിവേഴ്സിറ്റി വിളിച്ച് അവിടുത്തെ മുഴുവൻ സ്റ്റാഫിനും ഒരു ലെവൽ കോഴ്സ് നടത്തിയിരുന്നു അഡ്മിനിസ്ട്രേഷനെ പറ്റി. ന്യൂ ഫാക്കൽറ്റി ഫോർ ഇന്റർ ഡിസിപ്ലിൻ സ്റ്റഡീസ് വന്നു. ഇതാണ് ഏറ്റവും വൺ ഹെൽത്ത് അപ്രോച്ച്. വൺ ഹെൽത്ത് അപ്രോച്ചിന് ഏറ്റവും ഊന്നൽ കൊടുത്ത സാറിന്റെ ടൈമിലാണ്. എന്തുവാണ്? വെറ്ററിനറി സയൻസ് ആയാലും അഗ്രികൾച്ചർ. നമ്മൾ മാത്രമല്ല ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ വിഭാഗം ജന്തു അവർ ഉണ്ടെങ്കിലും അതൊന്നും പുതിയ തത്വങ്ങളിൽ നമ്മുടെ പുരാണങ്ങളിലുള്ള കാര്യം തന്നെ അല്ലേ? മരം വെട്ടുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് പെർമിഷൻ വാങ്ങിച്ച് വെട്ടണം എന്ന് പറയുമ്പോൾ പക്ഷി മൃഗാദികളെ എല്ലാം നമ്മൾ ബഹുമാനിക്കണം. കാരണം സൂനോട്ടിക് ഇൻഫെക്ഷൻ വന്നാണ് മനുഷ്യൻ ഇപ്പൊ ചാവുന്നത്. അറിയാണ്ടോ? വേറെ ഒന്നും വേണ്ട. എന്തുവാണ് തല കാണിച്ച എന്തുവാ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അസുഖം എന്താ? അമീബി അല്ലേ? നമ്മളെ സ്വപ്നത്തിൽ വിചാരിച്ച് ഇത് വരുമെന്ന്, പക്ഷെ വന്നില്ലേ? ഇവിടെ ഇരിക്കുന്ന ആർക്കും വരാം, എനിക്കും വരാൻ. ചിലപ്പോൾ പോയി കിടക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ എന്തുവാണ്. ഇപ്പോഴും എന്റെ ഡയഗ്നോസ് ഒന്നും പെർഫെക്റ്റ് ആയിട്ടില്ല. സോ നമ്മൾ ഇതിനെ ആലോചിക്കണം. അത് വളരെ ഇന്നോവേറ്റീവ് ആൻഡ് ഫാസ്റ്റ് സൈറ്റഡ് വ്യൂ ആണ് അങ്ങനെ സെന്റർ ഉണ്ടാക്കുന്നത്. അതിന്റെ ഡിസ്കഷനാണ് ഈ നടക്കുന്നതെല്ലാം. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യത്തെ ഫോട്ടോ ജർമ്മൻ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള MOU ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഡിസ്കഷൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സെന്റർ ഫോർ ലേണിംഗ് ഉണ്ട്. ട്രാൻസ്ലേഷൻ റിസർച്ച് നമ്മൾ പറഞ്ഞു. ഓൺ ബോർഡിംഗ് KUHS ഡിജി ലോക്കർ എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഒരുപാട് നമുക്ക് ഈസി ബ്ലാക്ക് ചെയിൻ എനേബിൾഡ് ഡിജിറ്റൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെളിയിൽ നിന്നൊരു ഡോക്യുമെന്റ് നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് വേറെ വെളിയിൽ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി എവിടെയെങ്കിലും കൊടുത്താൽ അവർ നമ്മളോട് ചോദിക്കും വെരിഫൈ ചെയ്യുക. എന്ത് സമയം പോകുന്നറിയാം. ഫോറിനേഴ്സിന് ഇങ്ങനെ സമയം കളയുന്ന അവർക്ക് ഇഷ്ടമല്ല. സോ വി നീഡ് ടു ഗീവ് ദം ദിസ് ഇസ് KHS ആണെന്ന് വെരിഫൈ ചെയ്യണം. സോ യു നീഡ് എ മെക്കാനിസം ഫോർ ദാറ്റ്. അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓൺലൈൻ വെരിഫിക്കേഷൻ ജെന്യുവിൻ സർട്ടിഫിക്കറ്റ്, ഓൺലൈൻ പോർട്ടൽ ഫോർ സർട്ടിഫിക്കറ്റ്സ് ഇൻക്ലൂഡിംഗ് ട്രാൻസ്ക്രിപ്റ്റ്. ഇപ്പം എല്ലാവർക്കും ട്രാൻസ്ക്രിപ്റ്റ് വേണം. എക്സാമിനേഷൻ ഇരിക്കുന്നവർക്ക് അറിയാം എന്തൊരു തലവേദനയാണ്. അത് നമുക്ക് സുഖമായിട്ട് ഈ ചെയ്യാൻ പറ്റും. മോഡറേഷൻ IT ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ് മോഡറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ന്യൂ പോളിസീസ്, ഒരുപാട് ന്യൂ പോളിസീസ് വന്നിട്ടുണ്ട്. അതിന്റെ ആക്ഷൻ ഇനിയും വരും. പോളിസി ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ ആക്ഷൻ വരത്തുള്ളൂ. അടുത്ത 2 കൊല്ലം കൂടെ സാർ ഇവിടെ ഉണ്ടാവുമെന്നാണ് എൻ്റെ ആഗ്രഹം. ഉണ്ടാവണമെന്നാണ് ആഗ്രഹം. ആ സമയം കൊണ്ട് ലെഫ്റ്റ് ഓവർ എല്ലാം തീർത്തിട്ട് പോകണം. അത് നടക്കുമെന്നാണ് എൻ്റെ ആഗ്രഹം. സ്റ്റുഡൻറ് വെൽഫെയർ സ്കീം, അതിനകത്ത് ഫോർ ഓൾ സ്റ്റുഡൻസ്. സാർ നേരത്തെ പറഞ്ഞു മരിക്കുകയാണെങ്കിൽ, മരിക്കണം എന്നല്ല, മരിച്ചു പോയാൽ എന്തെങ്കിലും ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കൊടുക്കും. പോളിസി ഓൺ അക്കാഡമിക് ക്രെഡിറ്റ് സിസ്റ്റം, പോളിസി ഓൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ, പോളിസി ഓൺ ടു കർബ് പ്ലേജറിസം. ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് തീസിസ് റെഗുലേഷൻ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമുക്കുണ്ടായിരുന്നു. ആൻഡ് PhD അവർക്ക് വരെ ഉണ്ട്. കോപ്പിറൈറ്റ് പോളിസി. ഈ പോളിസി ഇല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ലാസ്റ്റ് സ്ലൈഡ്. എന്താണ് യൂണിവേഴ്സിറ്റി? ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ പറയാം, നിങ്ങളിൽ ഓരോരുത്തരും മസ്റ്റ് ഫീൽ പ്രൗഡ് ദാറ്റ് ഐ ആം പാർട്ട് ഓഫ് KUHS. നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. എനിക്ക് പേര് പറയുമ്പോൾ VC-യുടെ പേരെ പറയാൻ പറ്റത്തുള്ളെങ്കിലും ഒരു VC അല്ല യൂണിവേഴ്സിറ്റി നടത്തുന്നത്. ഒരു 7 സ്റ്റാറ്റ്യൂട്ടറി ഓഫീസേഴ്സ് അല്ല നടത്തുന്നത്. VC-യുടെ സോൾജിയേഴ്സ് ആരാണ്? നിങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരുമാണ് സോൾജിയേഴ്സ്. ഓക്കെ, അത് ഗ്രൂപ്പ് കമാൻഡർ ആകാം, സെക്ഷൻ കമാൻഡർ, എന്ത് കമാൻഡർ ആയിക്കോ, പക്ഷേ ഈ സോൾജിയേഴ്സ് വേണം. എന്താണ്? 5 പോളിസിയേ ഉള്ള. ഒന്നാമത്തെ ഓൾവേസ് ഗോ ബൈ റൂൾ. എന്ന് വെച്ചാൽ എന്തുവാ? നിയമം വെട്ടിട്ട് ചെയ്യാൻ പാടില്ല. ഇത് കാഠിന്യം എന്താണെന്ന് വെച്ചാൽ വിവരം ഉണ്ടായാൽ പോലെ എന്തുകൊണ്ട് വേണം? വിവരം കൂടെ വേണം. പ്രായോഗികമായിട്ട് ചിന്തിക്കണ്ടായോ? അതായത് എന്ത് റിക്വസ്റ്റ് ചെയ്താലും ആസ് പെർ KUHS റൂൾ ദിസ് നോട്ട് പോസിബിൾ, ദിസ് നോട്ട്, ഒന്നും നടക്കാത്ത വരികയാണ്. അങ്ങനെ കുറെ ഫയൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ അത് എഴുതിക്കോ, അത് നിങ്ങൾക്ക് പഠിക്കാൻ നല്ലതാണ്. പക്ഷെ അത് കഴിഞ്ഞ് കുട്ടിയുടെ പറഞ്ഞു സാർ നിയമം തെറ്റിക്കത്തില്ലെന്നറിയാം, പക്ഷേ ഇത് ചെറിയ സഹായം വേണം, ഒന്ന് കൗൺസിൽ ചെയ്യാൻ. ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യാം, നിയമം തെറ്റിക്കാൻ മാത്രം എൻ്റെ ദൈവം തമ്പുരാന്ന് പറഞ്ഞാൽ പിന്നെ ആരും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഒന്നാമത്തെ ഒബ്സർവ് സാനിറ്ററി എക്സാമിനേഷൻ. ആരൊക്കെയാണ് എക്സാമിനേഷൻ വിങ്ങിയിരിക്കുന്നത്? എന്തെങ്കിലും പ്രോബ്ലം അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവാതിരിക്കത്തില്ല. എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ നമ്മളത് മേലോട്ട് റിപ്പോർട്ട് ചെയ്യണം.
എഴുതി എല്ലാ കള്ളാസി എഴുതി വെക്കണം എന്നല്ല ഞാൻ പറയുന്നത്. റിപ്പോർട്ട് എന്ന് വെച്ചാൽ സാറേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടേ എന്ന് പറയണം. അത് ഉടനെ സൊല്യൂഷൻ ഉണ്ടാക്കണം. എക്സാമിനേഷൻ പൊളിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പൊളിഞ്ഞു, ബാക്കിയൊക്കെ സഹിക്കാം. അത് ഇമ്പോർട്ടൻറ്റ്. ബി സ്റ്റുഡൻറ് ഫ്രണ്ട്ലി അറ്റ് ഓൾ ടൈംസ്. പറ്റുമോ ഇല്ലയോ? പറ്റുമോ ഇല്ലയോ? പറ്റും. നിങ്ങൾക്കെല്ലാം മക്കളുണ്ട്, കൊച്ചുമക്കളെല്ലാം മക്കളുണ്ട്, ചെറിയ മക്കളുണ്ട്. ഇപ്പോൾ അവിടെ ഇന്ന് രാവിലെ മുമ്പിൽ പോകുമ്പോൾ നമ്മൾ വെപ്രാളപ്പെട്ട് കണ ഉണാന്ന് എന്തൊക്കെ പറഞ്ഞു നേരെ പറയാൻ വയ്യാതെ തന്നെ പോകുന്നത്. അപ്പോൾ ഡോക്ടർ നമ്മളെ വഴക്ക് പറയുമോ? അങ്ങനെ ചെയ്യാന്ന് പറയും. അപ്പോൾ അത് ഓരോ സ്റ്റാഫ് ഓർത്തോണം. അക്നോളജ് ദ റൈറ്റ് ടു ബി ഹേർഡ്. ഇത് ആസ് എ എന്താ പറയുന്നത്, ടീച്ചറായിട്ടും ആസ് എ എന്താണ് സ്റ്റാഫായിട്ടും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സമാധാനമായിട്ട് 2 മിനിറ്റ് കൊടുക്കും. 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് എണ്ണിച്ചാൽ മതി. പണ്ട് ചീഫ് സെക്രട്ടറി അങ്ങനെ ചെയ്യുമായിരുന്നു. 5 മണി എന്ന് പറഞ്ഞാൽ 5 മണിക്ക് അകത്ത് കയറ്റും. നേരത്തെ 2 മിനിറ്റ് താമസിച്ചെങ്കിൽ നമ്മളെ അകത്ത് കയറ്റിയിട്ട് അതിനർത്ഥം നേരത്തെ ഉള്ളത് പോകും, തലമിടാനാണ്. എന്നിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ഓക്കെ വേറെ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒന്ന് പൊങ്ങും. അപ്പം നമുക്കറിയാം ചാടിക്കോ, വെളിയിൽ ഇറങ്ങിക്കോളെ. വെളിയിൽ ഇറങ്ങാൻ പറയത്തില്ല, പക്ഷെ കാണുമ്പോൾ അറിയാം. അത് ഓൾവേസ് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഓൾവേസ് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. എൻ്റെ കുട്ടികൾ ഇവിടെ വരുമ്പോൾ ആവശ്യത്തിൽ കൂടെ ഞാൻ ബഹുമാനം കൊടുക്കാറുണ്ട്. കൊടുക്കുമ്പോൾ അവർ പലരും എൻ്റെ ചോദിച്ചത് അത് വീക്കിലി പിള്ളേർക്ക് എത്രയും കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഒരു വാക്ക് ഞാൻ പറഞ്ഞു, 10-20 കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ 25 കൊല്ലം കഴിയുമ്പോൾ എൻ്റെ കൊച്ചുമോളെയും പിടിച്ചുകൊണ്ട് ഞാൻ ഇവിടത്ത് ചെല്ലുമ്പോൾ ഈ വീക്കിലി ആയിരിക്കും അവിടെ ഈസി ആയിട്ടിരിക്കുന്നത്. ആയിക്കൂടാ, ആവുമോ ഇല്ലയോ? ആകാമോ ഇല്ലയോ? ആകാമോ? നമ്മൾ വിശ്വസിക്കാൻ വയ്യാത്തവരൊക്കെ എന്ത് വലിയ നിലയിലെത്തുന്നു, മനസ്സിലായി? അപ്പൊ ആരെയും നമ്മൾ എന്തായിട്ട് കാണണ്ട, കൊച്ചായിട്ട് കാണണ്ട. നമ്മുടെ മുമ്പിൽ വരുന്നത് ഇത് ദൈവം തന്ന ഒരു ആണ്. അത് ദൈവീകമായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം. ഓക്കെ. അപ്പോൾ അടുത്ത 3 കൊല്ലത്തേക്കൂടെ സാറിന് ഈ യൂണിവേഴ്സിറ്റി ഇതുപോലെ പ്രഗത്ഭമായിട്ട് ഭരിക്കാനുള്ള അവസരം കിട്ടട്ടെ എന്ന് ജഗദീശനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും എഗ്രി എന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിയാം. റിയാക്ഷൻ കണ്ടപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്കൊരു റിയാക്ഷനൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. എല്ലാം നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരെയും സാറ്റിസ്ഫൈഡ് നമുക്കൊരു സ്ഥാപനം കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമുക്കൊക്കെ വ്യക്തിപരമായ വിരോധമാണ്, അല്ലെങ്കിൽ വിരോധം പറയേണ്ട, ഡിസഗ്രിമെന്റ് കാണും. പക്ഷേ നമ്മൾ ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു സ്ഥാപനത്തിൽ 2 തരം ആൾക്കാരേ ഉള്ളൂ. ജാതിയും മതമൊക്കെ ഒന്നേ ഉള്ളൂ. എന്തുവാണ്? യൂസ്ഫുൾ ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, നോട്ട് യൂസ്ഫുൾ. വാക്ക് എഴുതി വെക്കോ. ഏത് വന്നാലും അവൻ്റെ പേഴ്സണൽ കാര്യമൊക്കെ വിട്. ഈസി ഓർ ഷീ യൂസ്ഫുൾ ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ നോട്ട് യൂസ്ഫുൾ. യൂസ്ഫുൾ ആണെങ്കിൽ ഈസി ഓർ ഫ്രണ്ട് കിട്ടിയ അതായിരിക്കണം ഏത് സ്റ്റാഫിൻ്റെയും ഏത് ഓഫീസറുടെയും ഏത് അസിസ്റ്റന്റിൻ്റെയും. യൂസ്ഫുൾ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കണം, യൂസ്ഫുൾ അല്ലെങ്കിൽ കളയാം. അപ്പോൾ സാറിന് ഒരിക്കൽ കൂടെ ആശംസ പറഞ്ഞുകൊണ്ട് 2 കൊല്ലമെങ്കിലും ഈ യൂണിവേഴ്സിറ്റിയെ നന്നായിട്ട് കൊണ്ടുപോകാനുള്ള അവസരം കിട്ടട്ടെ എന്ന്. 2 കൊല്ലം എന്ന് പറഞ്ഞാൽ വയസ്സ് ആയി പോകുമെന്ന് വിചാരിച്ചാണ് കേട്ടോ, അല്ല വേറൊന്നുമല്ല. സാറിന് വയസ്സൊന്നും ആയില്ല, പക്ഷേ ഇല്ലേ? 60 കഴിഞ്ഞോ? 60ആയോ? 2 കൊല്ലം കൊണ്ട് എത്തുന്നത് 60 കഴിയാൻ. അപ്പം അതായത് 2 കൊല്ലം എന്ന് പറഞ്ഞു. ഓക്കെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഒരു കാര്യം കൂടെ ലാസ്റ്റ് പറയാം. നിങ്ങളിൽ എത്ര പേർക്ക് മനസ്സുകൊണ്ട് എന്നോട് ഇഷ്ടം തോന്നുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്തുകൊണ്ടല്ല. ആണോ? അല്ല. ഓർത്തോണം, നമുക്ക് ഉപകാരം ചെയ്തവരെന്താവും? നമ്മുടെ ശത്രുവാകും. ഉപകാരം ചെയ്തുകൊണ്ട് ആരെയും നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല. വെളിയിൽ നമ്മൾ മുമ്പിൽ പോലും വന്ന് നിങ്ങളെ എത്രയോ പേരുടെ വന്നു പോലും കാണത്തില്ല. പക്ഷേ എവിടെയോ നിന്നാൽ കൊള്ളാമില്ല, അത് സാറ് ചെയ്ത് നല്ല ഐഡിയ ആണല്ലോ എന്നും മനസ്സിൽ തോന്നിയാൽ അങ്ങനെയാണ് ഒരു കാര്യത്തോടെ നമുക്ക് താല്പര്യം തോന്നുന്നത്. അതാണ് സാറിന് ആ സപ്പോർട്ട് കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. പ്രഗത്ഭമായ ടീം നിങ്ങളുടെ മുമ്പിലുണ്ട്. വ്യക്തിപരമായ ചില ഡിസഗ്രിമെന്റ് ഒക്കെ വരാം, അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട. ആ കൊടുത്താൽ അടുത്ത 2 കൊല്ലത്തിനകം ഇതൊരു മോഡൽ യൂണിവേഴ്സിറ്റി ആക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമെന്നുള്ളവരൊന്ന് കൈപൊക്കിക്കേ. എല്ലാവരും ഇല്ലല്ലോ, അത്ര കോൺഫിഡൻസ് അല്ല തോന്നുന്നു. അപ്പൊ ഇന്നിച്ച് നിന്ന് സാറിനൊരു ഇത് കൊടുക്കാം. എല്ലാവരും ഇന്നിച്ച് സാറിന്, എനിക്കല്ല, സാറിനൊരു കൈയ്യിട്ട് കൊടുക്കാം. എന്തിനാണ് ടീം ലീഡർ? ഞാനങ്ങ് പോകും, ഞാൻ സംസാരിക്കുന്നങ്ങ് പോകും. എന്നെ നോക്കിയിട്ട് കാര്യമൊന്നും എനിക്കൊരു മണ്ണാക്കട്ടെ ഇവിടെ ഇനിയും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ആളുടെ
കൂടെ നിൽക്കുക. രജിസ്ട്രാർ കൂടെ നിൽക്കുവോ? PVC രജിസ്ട്രാർ എല്ലാവരും കൂടെ നിൽക്കുവോ? നിൽക്കുവോ ഇല്ലയോ? അപ്പൊ എങ്കിൽ നിങ്ങളുടെ സ്റ്റാഫും നിങ്ങളുടെ കൂടെ നിൽക്കും. നന്ദി, നമസ്കാരം. Thank you, sir, for that profound and inspiring address. Your words will surely guide the future endeavors of our university. Right. I request Dr. Mohan Kundamal sir to present a Ponnada to our guest of honor, Professor Dr. MKC Nair sir. I request the Honorable Vice Chancellor to present the certificate of appreciation to Professor Dr. MKC Nair. കോളേജിലാണ് ഇങ്ങനെ ഷോൾ വരുന്നെങ്കിൽ ഞാൻ അവിടുത്തെ ഏറ്റവും പ്രായമുള്ള ആൾക്ക് കൊടുക്കുമായിരുന്നു. കാരണം ഇത് കാശ്മീരി ഷോളാണ്, കണക്ക് നല്ലതാണ്. അതല്ല കാരണം പവർ ഇടിക്കുമ്പം ഭാര്യ ചോദിക്കത്തില്ല നിങ്ങൾ എവിടെ പോയത്. പവറൊക്കെ കഴിയുമ്പോൾ ചോദിക്കത്തില്ല. അപ്പോൾ കറയണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിലൊക്കെ തന്നെന്ന് പറയണ്ട. താങ്ക് യു, താങ്ക് യു. എല്ലാവരും ഇവിടെ നോക്കണേ.